വലിയ വലിയ സുരക്ഷ നമുക്ക് സന്ദേശം നൽകുവാനായിട്ട് ചെയ്തിരിക്കുന്നു. ഇത്രയും ബഹുമാനപ്പെട്ട ഷിബുവിനെ കുറിച്ച് അദ്ദേഹത്തെ നേരിടുന്നവരാണ് ഇത്രയുള്ള വിശ്വാസങ്ങൾ സംബന്ധിക്കും. ഈ ആശ്രമ ദേവാലയത്തിൽ എന്നായിരിക്കാത്തത് കൊണ്ടും ദൈവജീവിതം കൃപയോ തന്നു. ദൈവത്തിന് നമുക്ക് നന്ദി പ്രകാശിക്കാം. ദൈവത്തിന്റെ വചനത്തെ കേൾക്കുവാനായിട്ട് നമുക്ക് ഇന്ന് നമ്മുടെ ഫോണിലൂടെ ആയിരിക്കും. ഈ ആശ്രമത്തെ കുറിച്ച് പറയുമ്പോൾ മനസ്സുകൊണ്ട് പ്രാർത്ഥനയ്ക്കായുള്ള എന്നൊരു ചിന്ത ആണ് ഈ ആശ്രമം സ്ഥാപിക്കാനായിട്ട് ഇടയായത്. അവയുടെ തിരുമേനി പല പ്രാവശ്യങ്ങളിലായോടെ താമസിക്കുകയും ആഴ്ചയിൽ വരുന്നവരുടെ ദിവസങ്ങളുടെ ധ്യാനത്തിന്റെ പ്രാർത്ഥനയിലൊക്കെയായിട്ട് ഒഴിഞ്ഞിരിക്കുന്നു. ഇത് ആരംഭിച്ചിട്ട് കേവലം 2 വർഷം മാത്രമേ ആയുള്ളൂ എങ്കിൽ അനേകം ആളുകൾ ഇവിടെ പ്രാർത്ഥിക്കുവാനായിട്ട് വരുന്നതിന് ഇവിടെ 1-2 ദിവസം ചെലവഴിച്ച് പ്രാർത്ഥനയുടെ ധ്യാനങ്ങളൊക്കെ ആയിരിക്കുന്നത് കാണുമ്പോൾ വളരെ സന്തോഷമുണ്ട്. അതിനാൽ അനുദിക്കുന്ന ദൈവത്തെ നന്ദിയോടെ മഹത്വപ്പെടുത്തും. പ്രിയമുള്ളവരെ, ഇന്ന് നിക്ഷിപ്തമായിരിക്കുന്ന കർത്തവ്യം വന്നു ചെയ്യുന്ന നമ്മളെല്ലാവരെയും ഈ അസംദേവാലയത്തിലേക്ക് ഈ വചന പ്രഘോഷിക്കുന്ന വേളയിലേക്ക് സ്വാഗതം ചെയ്യുക എന്നതാണ്. അതിനെ തന്നെ ഇത്രയും ബഹുമാനപ്പെട്ട ശ്രീ വർഗീസ് അച്ഛനെ സ്വാഗതം ചെയ്യുകയാണ്. അതുപോലെ തന്നെ ബഹുമാനപ്പെട്ട നമ്മുടെ സ്ഥാപനത്തിൽ പ്രവർത്തിച്ചിരിക്കുകയാണ്. അച്ഛനെയും സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുക. അടുത്തതായി ഏറ്റവും പ്രധാനപ്പെട്ട വ്യക്തിത്വമാണ് ഇന്ന് നമ്മളോട് ഒരു സന്ദേശം നടത്തുവാനായിട്ട് ഒരുങ്ങി വന്നിരിക്കുന്ന ഇത്രയും ബഹുമാനപ്പെട്ട ഷിബു പിടിയേക്കു സസ്നേഹം ഈ ആശ്രമത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു. അതുപോലെ തന്നെ അദ്ദേഹത്തോടൊപ്പം വന്നിരിക്കുന്ന ശ്രീ സുജിത്, മിന്നി, ഷിജോ, ജോജി എന്നിവരെയും സ്വാഗതം ചെയ്യുകയാണ്. അതുപോലെ തന്നെ ഈ മറ്റു സന്ദേശം കേൾക്കുവാനായിട്ട് ഒരുങ്ങി വന്ന പ്രാർത്ഥനയോടെ ആയിരിക്കണം നിങ്ങൾ ഓരോരുത്തരെയും എന്റെ പേരിലും ഇതിന്റെ സംഘാടകരുടെ പേരിലും ഹൃദയമാനമായി സ്വാഗതം ചെയ്യുന്നു. നമുക്ക് വചന സന്ദേശം കേൾക്കുവാനും അത് നമ്മുടെ ഹൃദയത്തിൽ പ്രയോഗിക്കുവാനും അതുവഴി ദൈവത്തോട് കൂടുതൽ എടുക്കുവാനും സാധ്യതയെ പ്രത്യേകമായിട്ട് പ്രാർത്ഥിച്ച് ആശംസിക്കണം. ദൈവം വളരെ ആദരണീയരായ ബഹുമാനപ്പെട്ട വൈദികർ, വിശ്വാസികളുടെ സമൂഹത്തിൽ ഈ ആശ്രമ ദേവാലയത്തിൽ ഈ വനത്തിന്റെ മധ്യത്തിൽ കാട്ടുമൃഗങ്ങളുടെ സാമീപ്യത്തിൽ പ്രകൃതിയുടെ മടിത്തത്തിൽ വളരെ പ്രശാന്തമായ അന്തരീക്ഷത്തിലുള്ള ഈ ആശ്രമ ദേവാലയത്തിലെ ഈ ഉച്ചതിരിഞ്ഞ സമയം കുറച്ചു സമയം ചിന്തിക്കുവാൻ നമുക്ക് നൽകിയിരിക്കുന്നത് ദൈവപ്രസവിത്രി എന്ന വിഷയമാണ്. ദൈവപ്രസവിത്രി പരിശുദ്ധ കന്യക മറിയത്തിന് സഭ നൽകുന്ന ടൈറ്റിലാണ്. ക്രൈസ്തവ ഗോളം വിഭജിക്കപ്പെട്ടു കലഹങ്ങൾ ഉളവായതും ഏറ്റവും അടിസ്ഥാനപരമായി പരിശുദ്ധ കന്യക മറിയത്തെ എങ്ങനെ കാണുന്നു എന്നതിന്റെ അടിസ്ഥാനത്തിലാണ്. നിങ്ങൾ ഒരുപക്ഷെ സഭയുടെ ചരിത്രമോ ദൈവശാസ്ത്രമോ അത്രയൊന്നും വലിയ പരിചയമുള്ളവരായിരുന്നു. എങ്കിൽ തന്നെ കഴിഞ്ഞ 2000 വർഷമായിട്ട് ഈ ക്രൈസ്തവ സഭയിലുണ്ടായിട്ടുള്ള പിരിവുകൾ, വിഭാഗീയതകൾ, ഇതെല്ലാം നമ്മൾ പരിശോധിക്കുമ്പോൾ അതിനെയൊക്കെ നമ്മൾ ട്രേസ് ബാക്ക് ചെയ്താണ് അത് പോയി നിൽക്കുന്ന മൂല കാരണം പരിശുദ്ധ കന്യക മറിയം
എന്നൊരൊറ്റ വ്യക്തിയിലാണ്. കന്യക പ്രസവിച്ച ശിശു ആരായിരുന്നു, എന്തായിരുന്നു, എങ്ങനെ ഉള്ളവനായിരുന്നു? ഇതാണ് തർക്കഹേതു. ഞാൻ പിന്നെയും പറയാം, കന്യക പ്രസവിച്ച ശിശു ആരായിരുന്നു, എന്തായിരുന്നു, എങ്ങനെയുള്ളവനായിരുന്നു? നമ്മൾ പല വിഭാഗങ്ങളിലായിട്ടാണ് ക്രിസ്തീയ ലോകം നിൽക്കുന്നത്. ഇപ്പൊ നമുക്ക് അറിയാം, നമ്മുടെ നാട്ടിലെ മാർത്തോമായ, യാക്കോബായ, കത്തോലിക്ക, പിന്നെ പെന്തക്കോസ്റ്റൽ, ആംഗ്ലിക്കൻ, CSI ഒരുപാട് വിഭാഗങ്ങളായിട്ട് അവർക്കൊക്കെ വ്യത്യസ്ത കാഴ്ചപ്പാടുകളുണ്ട്. അപ്പൊ യാക്കോബായ സഭയുടെ വിശ്വാസത്തിൽ നിത്യകന്യകയും ഭാഗ്യവതിയും ദൈവമാതാവുമായ മറിയമിനെ നിങ്ങൾ ഓർത്തു. നാലാം മുമ്പേ പറഞ്ഞേ, നിത്യകന്യകയാണ്, മഹാഭാഗ്യവതിയാണ്, ദൈവമാതാവാണ്. മറ്റു വിഭാഗങ്ങൾ അങ്ങനെയല്ല, അതിലൊക്കെ കുറച്ചൊക്കെ ഏറ്റക്കുറച്ചിലുണ്ട്. യാക്കോബായക്കാരുടെ വിശ്വാസത്തിലും ഏറ്റുപറച്ചിലുകളിലും മറിയം ആരാണ് എന്നതല്ല ഒരുപാട് ഈ യാക്കോബായ വിശ്വാസികൾ ഹോൾഡ് ചെയ്തു. ഞാൻ ഈ അതിനെക്കാളും ആളുകളായിട്ട് നേരിട്ട് സംവദിക്കുന്നത് കൊണ്ട് യാക്കോബായ സഭയ്ക്ക് മുന്നിൽ നിൽക്കുന്ന ആളുകളിൽ തന്നെ നല്ല ഒരു വിഭാഗത്തിന് കന്യകാമറിയത്തിന്റെ കാര്യത്തിൽ സംശയം. അതിന്റെ കാരണം നമുക്ക് ചുറ്റും നമ്മൾ താമസിക്കുന്ന എൻവയൺമെന്റാണ്. ഒരു ഇവാഞ്ചലിക്കൽ ഇൻഫ്ലുവൻസ് നമുക്ക് ചുറ്റുമുണ്ട്. ഒരു യാക്കോബായക്കാരനൊരു ദീർഘയാത്ര നടത്തുക, കാറ് നടത്തുകയാണെങ്കിൽ അവന്റെ കാറിൽ മുഴങ്ങുന്ന പാട്ടുകൾ ഒരിക്കലും ഒരു സത്യവിശ്വാസം എഴുതിയ പാട്ടുകളായിരിക്കില്ല. ആ പാട്ടുകളിൽ യേശുവെന്നോ സ്തോത്രമെന്നോ ഒക്കെ ചില പദങ്ങൾ ഓതുന്നുണ്ട്. ഇത് നമ്മുടെ പാട്ടാണ്, നമ്മൾ എന്ത് ചെയ്യാണ് തോന്നിപ്പോകും. മാർക്കറ്റിൽ ഒരു അട്രാക്ഷൻ വരുന്നത് കൊണ്ട് ഇത് നമ്മൾ പ്ലാൻ ചെയ്യും. നമ്മൾ അറിഞ്ഞു അറിയാതെയോ നമ്മുടെ കാതുകളിൽ കേൾക്കുന്നത് നമ്മളെ എന്ത് ചെയ്തുകൊണ്ടിരിക്കുന്നു, സ്വാധീനിച്ചുകൊണ്ടിരിക്കുന്നു. യാക്കോബായ സഭയുടെ ദൈവശാസ്ത്രം എന്താണ്? ദൈവശാസ്ത്രം എന്താ പറയുക? ദൈവം എന്താണ്, ദൈവം ആരാണ്, ദൈവം എങ്ങനെയുള്ളവനാണ്, ഇതൊക്കെ നമ്മൾ മനസ്സിലാക്കുന്നതാണ് ദൈവശാസ്ത്രം. ഈ ദൈവശാസ്ത്രം മുഴുവൻ ഒരു പുസ്തകമായിട്ട് നമുക്ക് എഴുതിയിട്ടില്ല. പക്ഷെ പാശ്ചാത്യ സഭകൾക്ക് അങ്ങനെയല്ല. പാശ്ചാത്യ സഭകൾക്ക്, പ്രൊട്ടസ്റ്റന്റ് വിഭാഗങ്ങൾക്ക് സിസ്റ്റമാറ്റിക് തിയോളജി, സിസ്റ്റമാറ്റിക് തിയോളജി ഉണ്ട്. ചർച്ച് ഡോഗ്മാറ്റിക്സ് കത്തോലിക്ക സഭയുണ്ട്. കത്തോലിക്ക സഭയെ സംബന്ധിച്ച് വിപുലമായിട്ട് അവർക്ക് എന്തുണ്ട്? ഡോഗ്മാറ്റിക്സും കാറ്റഗിക്സും രേഖപ്പെടുത്തി വെച്ചിട്ടുണ്ട്. പ്രൊട്ടസ്റ്റന്റ് സഭകൾക്ക് സിസ്റ്റമാറ്റിക് തിയോളജി ഉണ്ട്. പക്ഷെ സുറിയാനി സഭയെ സംബന്ധിച്ച് സിസ്റ്റമാറ്റിക് തിയോളജി ഇല്ല, വേറെയുള്ള ഡോഗ്മാറ്റിക്സ് ഇല്ല. എവിടെയാണ് നമ്മുടെ ദൈവശാസ്ത്രം? നമ്മുടെ ദൈവശാസ്ത്രം നമ്മുടെ പ്രാർത്ഥനകളിലാണ്, ലിറ്റർജിയിൽ എന്തിരിക്കുന്നു, സന്നിവേശിപ്പിച്ചിരിക്കുന്നു. അതുകൊണ്ട് സുറിയാനി സഭയുടെ ദൈവശാസ്ത്രത്തെ വിളിക്കുന്നത് ലിറ്റാർജിക്കൽ തിയോളജി എന്നാണ്. തിയോളജി എന്താണ്? ലിറ്റർജിയിലാണ് തിയോളജി. അതുകൊണ്ട് ആ തിയോളജി തെറ്റിയാൽ നമ്മുടെ വിശ്വാസം അടിസ്ഥാനം എല്ലാം തെറ്റും. വിശുദ്ധ കുർബാനയിൽ നമുക്ക് എത്ര ഏറ്റുപറച്ചിലാണ്. വിശ്വാസ പ്രമാണം മാത്രമല്ല, വിശ്വാസ പ്രമാണം കൂടാതെ നിരന്തരമായിട്ട് വിശുദ്ധ കുർബാനയിൽ എന്ത് ചെയ്യുന്നുണ്ട്? ഞങ്ങൾ വിശ്വസിക്കുന്നു, ഞങ്ങൾ ഏറ്റുപറയുന്നു. എത്ര ഏറ്റുപറച്ചിട്ടുണ്ട്. സ്വീക്കൻസ് ഓഫ് കൺഫഷൻസ്.
നമ്മുടെ വിശ്വാസം ഈ ലിറ്ററേച്ചർ ഞാനിതിന് ഗൗരവമാണ് പറയുന്നത്. അതുകൊണ്ട് നമ്മളൊരു ഗീതം ആലപിക്കുമ്പോൾ, ഒരു സുറിയാനിക്കാരൻ ഒരു സ്തുതിഗീതം ആലപിക്കുമ്പോൾ ആ സ്തുതിഗീതം എന്താണ്? ലിറ്റർജിയാണ്. ലിറ്റർജി എന്താണ്? സീക്രട്ട് ആണ്. സീക്രട്ട് വിശുദ്ധമാണ്. അപ്പൊ ആരെങ്കിലും ഒക്കെ എഴുതിയ പാട്ടുകൾ നമ്മൾ പാടുമ്പോൾ അത് നമ്മുടെ ലിറ്റർജിയുടെ ഭാഗമായി മാറുകയാണ്. അറിഞ്ഞോ അറിയാതെയോ, അനുമതി ഇല്ലാതെയോ, അനുമതിയില്ല, അതിന് അനുമതി. നമ്മൾ നമ്മുടെ ലിറ്റർജിയോട് എന്ത് ചെയ്യുന്നു? കൂട്ടുചേർക്കുന്നു. എന്നിട്ട് ഇതെല്ലാം പാടുന്നു. കുറച്ചു മുമ്പ് ഞാനൊരു വീഡിയോ കണ്ടു. അതിനകത്ത് അച്ഛൻ പാടുന്നു, രക്തം കൊണ്ട് എന്നെ അഭിഷേകം ചെയ്യുന്നതാണ്. ഒരു 10,000 യാത്രക്കാരെ കൈപോക്കി നിന്ന് രക്തം കൊണ്ട് അഭിഷേകം ചെയ്യണമെന്ന് ഏർപ്പാട്. എവിടെയാണ് രക്തം കൊണ്ട് അഭിഷേകം? സഭയുടെ ഏതെങ്കിലും പിതാക്കന്മാര് രക്തം കൊണ്ട് അഭിഷേകം ചെയ്യണമേ എന്ന് പഠിപ്പിച്ചിട്ടുണ്ടോ? പാടിയിട്ടുണ്ടോ? അപ്പൊ അങ്ങനെ അടിസ്ഥാനപരമായ വിശ്വാസങ്ങളിലെല്ലാം മായ കലർത്തപ്പെടുന്നത് മാത്രമല്ല, തികച്ചും വിരുദ്ധമായ കാര്യങ്ങളും നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്? പാടുന്നുണ്ട്. അതുകൊണ്ട് നമ്മുടെ ലിറ്റർജി എന്തായിരിക്കണം? നമ്മുടെ ലിറ്റർജി വിശുദ്ധമാണ്. ആണോ? വിശുദ്ധമാണ്. എപ്പോഴാണ് ഒരു സാധനം വിശുദ്ധമാകുന്നത്? എനിക്ക് ആർക്കെങ്കിലും പറയാം വിശുദ്ധി എന്ന് പറഞ്ഞാൽ എന്താ പറയാം? എന്നെ നോക്കിയിട്ട് കാര്യമില്ല. വിശുദ്ധി എന്ന് പറഞ്ഞാൽ എന്താണ്? വിശുദ്ധി എന്ന വാക്കിന്റെ അർത്ഥം നമ്മൾ പലപ്പോഴും തെറ്റായിട്ടാണ് ധരിക്കുന്നത്. വിശുദ്ധി എന്ന വാക്കിന്റെ അർത്ഥം നമ്മൾ പലപ്പോഴും ഈ ക്ലീൻലിനെസ്, പ്യൂരിറ്റി, ഇതൊക്കെയാണ് ചിന്തിക്കുന്നത്. വിശുദ്ധി എന്ന വാക്കിന്റെ അർത്ഥം, വിശുദ്ധി എന്ന വാക്കിന്റെ അർത്ഥം വേർതിരിക്കപ്പെട്ടത് എന്നാണ്. മനസ്സിലായത്? വേർതിരിച്ച് വെച്ചിരിക്കുന്നത്, സെപ്പറേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത് ഞാൻ എന്ത് പറയുന്നത്? വിശുദ്ധി എന്ന് പറഞ്ഞാൽ, അപ്പോ ഇപ്പം ജെറുസലേം ദൈവാലയത്തിലെ പാത്രങ്ങളിലെല്ലാം കർത്താവിന് വിശുദ്ധം എന്തെങ്കിലും നേരം കൊടുക്കും. എന്താണ് കർത്താവ് വിശുദ്ധം എന്ന് പറഞ്ഞാൽ? ആ ദൈവാലയത്തിലെ കാര്യങ്ങൾക്ക് മാത്രമേ അത് ഉപയോഗിക്കുന്നു അതിന്റെ അർത്ഥമുള്ളൂ. പക്ഷെ ആ പാത്രത്തെ ക്ലാവ് പിടിക്കുന്നില്ല. ക്ലാവ് പിടിക്കും, പക്ഷെ അപ്പോഴും അതെന്താണ്? വിശുദ്ധമാണ്. അത് നമ്മൾ വിശുദ്ധിയെ പറ്റി ഇന്ന് ചിന്തിക്കുന്നത് തുടച്ചു നീക്കി വെക്കുന്നതാണ് വിശുദ്ധം. മനസ്സിലായ എന്താണ് കോൺസെപ്റ്റ്? അപ്പൊ നമ്മൾ വിശുദ്ധ ജനമാണെന്ന് പറയുമ്പോൾ നമ്മൾ വിശുദ്ധ ജനത്തിനിടയിൽ നുണ പറയുന്നവരുണ്ട്. അങ്ങനെ ചില കുഴപ്പങ്ങളൊക്കെ ഉണ്ട്. നിങ്ങൾ എങ്ങനെ വിശുദ്ധരാകുന്നെന്ന് ചോദിക്കും. അപ്പൊ നമ്മൾ വിശുദ്ധരാകുന്നത് എന്തുകൊണ്ടാണ്? നമ്മൾ ക്ലീൻ ആകുന്നത് കൊണ്ടല്ല, മറിച്ച് നമ്മൾ സെപ്പറേറ്റ് ആയിട്ട് വെച്ചിരിക്കുന്നത് കൊണ്ടാണ്. വി ബിലോങ് ടു ഗോഡ്. അതുപോലെ നമ്മുടെ ലിറ്റർജി സേക്രഡ് ആകണം. സേക്രഡ് ലിറ്റർജി എന്ന് പറഞ്ഞാൽ എന്താണ്? സേക്രഡ് ലിറ്റർജി, ലിറ്റർജി വിശുദ്ധമാണ്. കാരണം അതിലൊന്നുമായിട്ടും എന്തില്ല, ബന്ധമില്ല, ഒന്നുമായിട്ടും സാമ്യമില്ല. നോ കണക്ഷൻ, നോ അഡോപ്ഷൻ, നോ ഇമിറ്റേഷൻ. അതുകൊണ്ടാണ് സുറിയാനി സഭയുടെ ലിറ്റർജി എന്താകുന്നത്? വിശുദ്ധമാണ്, സേക്രഡാണ്. ക്രിസ്ത്യാനികളുടെ ഭാഷ എന്താണെന്നറിയോ? ക്രിസ്ത്യാനികളുടെ ഭാഷ, ക്രിസ്ത്യാനികളുടെ ഭാഷ സുറിയാനിയാണ്, ഗ്രീക്കല്ല. പലപ്പോഴും പ്രൊഫഷണലുകാരിൽ ഗ്രീക്ക്, ഗ്രീക്ക് പഠിക്കണം, മൂലഭാഷ പഠിക്കണം, ഗ്രീക്കിലാണ്. ഗ്രീക്ക് എന്ന് പറഞ്ഞാൽ ക്രിസ്തുവിന് മുമ്പുള്ള ഭാഷയാണ്. ആ ഭാഷയിൽ എന്തുണ്ട്? സാഹിത്യമുണ്ട്. ആ ഭാഷയിൽ എന്തുണ്ട്? പുരാണങ്ങളുണ്ട്. ആ ഭാഷയിൽ എന്തുണ്ട്? ഇതിഹാസങ്ങളുണ്ട്. അപ്പൊ ഇതിഹാസങ്ങളും പുരാണങ്ങളും കാവ്യങ്ങളും കഥകളും തത്വചിന്തകളും എല്ലാം കൊണ്ട് സമ്പുഷ്ടമായ ഒരു ഭാഷയാണ് ഏത്? യവന ഭാഷ അഥവാ ഗ്രീക്ക് ഭാഷ. അതൊരിക്കലും ആരുടെ ഭാഷയല്ല,
ക്രിസ്ത്യാനികളുണ്ട്. നിശ്ചയമായിട്ടും നമ്മുടെ ലിറ്ററത്തിയോ നമ്മുടെ തിരുവഴുത്തുകളോ ഒക്കെ ഗ്രീക്ക് ഭാഷയിൽ ഉണ്ട്. പക്ഷെ അതൊരിക്കലും ക്രിസ്ത്യാനികളുടെ മൗലികമായ ഒരു ഭാഷയല്ല. കാരണം ആ ഭാഷയിൽ ക്രിസ്ത്യാനി കൊടുത്തിരിക്കുന്നതിനേക്കാൾ കനത്ത സംഭാവനകൾ കൊടുത്തിട്ടുള്ള കവികളും തത്വചിന്തകന്മാരും എല്ലാം ഉണ്ട്. ഹ്യൂജ് റൈറ്റിംഗ്സ് അവൈലബിൾ ആണ്. അവരുടെ സാഹിത്യമുണ്ട്, അവരുടെ വ്യാകരണമുണ്ട്. വലിയൊരു ഭാഷയാണ് ഗ്രീക്ക്. ലോകോത്തര ലാംഗ്വേജ് ആണ്. ലോകോത്തര ലാംഗ്വേജ് ആണ് ഗ്രീക്ക്. പക്ഷെ അതെ അപ്പൊ ഒരിക്കലും ലോകത്തിന്റെ ഏറ്റവും ഉന്നതമായ ഒരു ലാംഗ്വേജ് ആണ് ഗ്രീക്ക്. പക്ഷെ അതൊരിക്കലും നമുക്കെന്താ നമ്മുടെ മൗലിക ഭാഷയായിട്ട് നമുക്ക് അവകാശപ്പെടാൻ പറ്റില്ല. ക്രിസ്ത്യാനിയുടെ സ്വന്തമാണ് എന്ന് പറയാൻ പറ്റില്ല. കാരണം ഇലിയഡും ഒഡീസിയും അടക്കമുള്ള ഒരുപാട് ഇതിഹാസങ്ങളും പുരാണങ്ങളും കഥകളും കാവ്യങ്ങളും തത്വചിന്തകളും എല്ലാം നിറഞ്ഞിരിക്കുന്ന ഒരു ഭാഷയാണ്. അതിൽ നമ്മുടെ പ്രതിനിധിപ്പം ഉണ്ടെന്നേ ഉള്ളൂ. രണ്ടാമതും എടുത്ത് പറയാം, ലാറ്റിൻ. കത്തോലിക്ക സഭയുടെ ഔദ്യോഗികമായ ഒരു ഭാഷയാണ് ലാറ്റിൻ ഭാഷ. ലാറ്റിൻ ഭാഷ ക്രിസ്തുവിന് മുമ്പുള്ള ഭാഷയാണ്. ക്രിസ്തുവിന് മുമ്പും ക്രിസ്ത്യാനിറ്റിക്ക് മുമ്പും പൂർണ്ണ വളർച്ചയും വികാസവും പ്രാപിച്ച ഒരു ഭാഷയാണ് ലാറ്റിൻ ഭാഷ. പക്ഷെ സുറിയാനി എന്ന് പറയുന്നത് ക്രിസ്ത്യാനികളാൽ നട്ടു നനച്ച് വളർത്തപ്പെട്ട ഭാഷയല്ലേ. അതിനു മുമ്പ് അത്ര പൂർണ്ണ വികാസമൊന്നുമില്ല. അതിന്റെ പൂർവ്വ അരമായയിലാണ് നമ്മുടെ കർത്താവ് സംസാരിച്ചത്. അരമായ ഭാഷയിലാണ് കർത്താവ് പ്രാർത്ഥന പഠിപ്പിച്ചത്. ആ പശ്ചിമായോ എന്ന് പറഞ്ഞ് പ്രാർത്ഥന പഠിപ്പിക്കും. കർത്താവിന്റെ അഗ്രങ്ങളിൽ നിന്ന് ഉതിർന്നു വീണ അതേ ഭാഷയിൽ ഇന്നും പ്രാർത്ഥന ചൊല്ലുന്ന ആ ഒരു പാരമ്പര്യമാണ് ആർക്കുള്ളത്, സുറിയാനിക്കാർക്കുള്ളത്. അപ്പൊ സുറിയാനി സഭയ്ക്ക് ഏറ്റവും കൂടുതൽ കോൺട്രിബ്യൂഷൻ നൽകിയാൽ സുറിയാനി ഭാഷയെ ഏറ്റവും കൂടുതൽ സമ്പുഷ്ടീകരിച്ചത് ആരാണ്? ക്രിസ്ത്യൻ ലിറ്ററേച്ചറാണ്, ക്രിസ്ത്യാനികളുടേതാണ്. അപ്പൊ ലോകത്ത് ക്രിസ്ത്യാനിക്കായിട്ടൊരു ഭാഷയുണ്ട് എന്ന് പറഞ്ഞാൽ അത് സുറിയാനികൾ. മറ്റു ഭാഷകളൊക്കെ നല്ലതാണ്, വളരെ ശ്രേഷ്ഠമാണ്, പുരാതനമാണ്. പക്ഷെ ക്രിസ്ത്യാനികൾക്ക് ഞങ്ങളുടെ സ്വന്തം ഭാഷയായിട്ടെന്ന് പറയാം. കാരണം സുറിയാനി ഭാഷയിൽ ഉപയോഗിക്കാൻ അങ്ങനെ വലിയ സെക്യുലർ ലിറ്ററേച്ചറോ മറ്റു കാര്യങ്ങളോ ഒന്നും അധികമില്ല. ഇതിനകത്ത് ആകെ ഉള്ളത് ഈ ക്രിസ്ത്യാനികളുടെ കാര്യങ്ങളും ക്രിസ്തുവിന്റെ കാര്യങ്ങളും ഒക്കെയാണ്. അപ്പൊ ആ ഒരു ഭാഷയിൽ ആ രാഗങ്ങളിൽ ചിട്ടപ്പെടുത്തിയ ഗീതങ്ങളും ആ ഭാഷയിൽ രൂപപ്പെട്ട പ്രാർത്ഥനകളും എല്ലാം കൂടെ നമ്മുടെ ഈ തിയോളജി, നമ്മുടെ ഈ ലിറ്ററേച്ചർ എന്തായിരിക്കുന്നു, സീക്രട്ട് ആയിരിക്കുന്നു. പറഞ്ഞാൽ ഒന്നിനും അങ്ങനെ അധികം കലരാതെ ഇങ്ങനെ നിൽക്കുന്ന ഒന്നാണ് സീക്രട്ട് ലിറ്ററേച്ചർ. അതേസമയം നമുക്ക് ഇത് അവൈലബിൾ ആയിട്ടുള്ള ഇപ്പൊ സിയോൻ ഗീതാവലി, സാമാന്യ ഗീതങ്ങളൊക്കെയുള്ള പുസ്തകങ്ങളുണ്ട്. 1500 പാട്ട്, 3000 പാട്ട്, ഇങ്ങനെ. ആ പാട്ടുകളൊക്കെ ഈ സെക്യുലർ പാട്ട്, നാടകത്തിന്റെ ചൂട്, സിനിമ പാട്ടിന്റെ ചൂട് അല്ലെ, പിന്നെ നാടൻ പാട്ടിന്റെ ചൂടൊക്കെ ഞാൻ കടമെടുത്ത് ഇത് കേൾക്കും അതാണോ ഇതാണോ എന്ന് സംശയം തോന്നുന്ന ഓരോ കാര്യങ്ങളാണ്. അതൊന്നും ഒരിക്കലും സൈക്രഡ് അല്ല. അതെന്താണ്? സാമാന്യമായത്. വിശുദ്ധമായതിന്റെ എതിർപദം എന്താണ്? ബൈബിൾ വായിക്കാറുണ്ടല്ലോ. വിശുദ്ധ പഴയ നിയമത്തിൽ നിങ്ങൾ വായിക്കുമ്പോൾ വിശുദ്ധമായതിന്റെ എതിർപദം എന്താണ്? അല്ലത് വിശുദ്ധമായതിന്റെ എതിർപദം അശുദ്ധമായതല്ല, സാമാന്യമായത്. സാമാന്യമായതും വിശുദ്ധമായത്. ആ വിശുദ്ധിയെ പറ്റിയുള്ള കോൺസെപ്റ്റ് തെറ്റായതുകൊണ്ടാണ് വിശുദ്ധമായതും അശുദ്ധമായതല്ല. മലയാളം ക്ലാസ്സിൽ ചെന്നാൽ അത് കറക്റ്റാണ്. പക്ഷെ ബൈബിളിന്റെ ഭാഷയിൽ വിശുദ്ധി എന്ന് പറയുന്നത് സാമാന്യമല്ലാത്തത്, കോമൺ അല്ലാത്തത്. അപ്പൊ നമ്മൾ കോമൺ ഗീതങ്ങളെ എന്തിനോട് ചേർത്ത് വെക്കരുത്? വിശുദ്ധ ഗീതങ്ങളോട് ചേർത്ത് വെക്കരുത്. അപ്പൊ നിങ്ങൾ അറിഞ്ഞോ അറിയാതെയോ സഭയുടെ ട്രഡീഷനിൽ അല്ലാത്ത പാട്ടുകളൊക്കെ പാടുന്ന സമയത്ത് നമ്മൾ ഈ ഗീതങ്ങളെ ചമച്ചു വന്ന പിതാക്കന്മാരെ അവമാനിക്കുകയും ആ സൈക്രഡ് ലിറ്ററേച്ചറിയെ സൈക്രഡ് അല്ലാതാക്കുകയുമാണ്. പ്രത്യേകിച്ച് പുരോഹിതന്മാരൊക്കെ, ഈ വിശുദ്ധ ബലിയൊക്കെ അർപ്പിക്കുന്ന പുരോഹിതന്മാർ ഈ തക്സായി നോക്കി പ്രാർത്ഥനകളൊക്കെ ചെല്ലുന്ന അവരുടെ വായിൽ നിന്ന് അവരെ
ഇത് പാടുന്ന സമയത്ത് ഒരേ വായിൽ നിന്നാണ് ഇത് വരുന്നത്. ഈ പറഞ്ഞ സാമാന്യ ഗീതങ്ങൾ വരുന്നത്. അപ്പൊ അത് എത്രയോ വലിയൊരു പൈതൃകത്തെ, എത്രയോ വലിയൊരു പാരമ്പര്യത്തെ നമ്മൾ അപമാനിച്ചിട്ട് നമ്മുടെ സൈക്രഡായ ലിറ്റററി എന്താക്കുന്നു, മലീമസമാക്കി കളയുന്നു, നിസാരവൽക്കരിക്കുന്നു. സെറൂക്കിലെ യാക്കോബും അന്ത്യോക്യയിലെ സെവോറിയോസും മദൂക്കിലെ ഫിലക്സിനോസും മോറേനും ഒക്കെ അവരുടെ പരിശുദ്ധാത്മാവിന്റെ മൂശയിലൂടെ രൂപപ്പെട്ടു വന്ന പ്രാർത്ഥനകൾക്ക് തുല്യമായിട്ട് നമ്മുടെ ഈ കുട്ടപ്പനും ഈ ഷേർവയും ഒക്കെ എഴുതിയ പാട്ട് നമ്മൾ എന്ത് ചെയ്യാണ്? പാടുക. ഞങ്ങള് പെന്റക്കോസ്റ്റൽ വിഭാഗത്തിൽ നിന്ന് സുറിയാനി സഭയിലേക്ക് തിരിച്ചു വന്നവര് പുതുതായിട്ട് ചേർന്നവരുണ്ട്. ഇപ്പൊ എന്റെ ഇവിടെ ഇരിക്കുന്ന ആ സഹോദരൻ ബെന്നി, അതായത് 4 തലമുറയും പെന്റക്കോസ്റ്റലായിരുന്നു. അതായത് എന്റെ അപ്പന്റെ അപ്പനായിട്ട് പെന്റക്കോസ്റ്റൽ പോയിരുന്നു. 4 തലമുറ മുൻബന്ധമില്ലാത്ത. പക്ഷെ ഇപ്പൊ മണാടുകളെയും ആഘോഷം നോക്കി നമ്മുടെ സഭയിലേക്ക് ചേർന്നിരിക്കുന്നു. അതിന് എത്രയോ നൂറുകണക്കിന് ആളുകളാണ് പോകുന്നത്. ഈ പുതുതായിട്ട് വരുന്ന ആളുകൾ ഞങ്ങളെ സംബന്ധിച്ചൊക്കെ പണ്ടൊരിക്കൽ ഈ സഭയിൽ നിന്ന് വിട്ട് പെന്റക്കോസ്റ്റിലേക്ക് പോയതാണ്. എന്നെ സംബന്ധിച്ച് 25 വർഷം പാസ്റ്ററായിരുന്നു. ഞങ്ങൾക്ക് ഇവിടെ തിരിച്ചു വരുമ്പോൾ ഈ പാട്ട് വെച്ചപ്പോൾ വലിയ വിഷമമാണ്. കാരണം മുളി കഴിഞ്ഞ് വരുന്നു നമ്മളെ സംബന്ധിച്ച് ചെളി പിടിച്ചിരിക്കുന്നവരാണ് നമ്മളെ അനുഗതി ചെയ്തത്. ഞങ്ങൾ അതിനെ വെറുത്തുപേക്ഷിച്ചിട്ടും അതിന്റെ തെറ്റെന്താണെന്ന് മനസ്സിലാക്കിയിട്ടുമാണ് തിരിച്ചു വിട്ടത്. നൂറുകണക്കിന് ആളുകൾ ഇങ്ങനെ തിരിച്ചു വന്നുകൊണ്ടിരിക്കുന്ന പാതയിലാണ്. അവര് മടങ്ങി വരുമ്പോ എന്താ സംഭവിക്കുകയാണ്? ഇവിടെ കേൾക്കുന്നത് ഇത്തരത്തിലുള്ള ഗീതങ്ങളാണ്. നിങ്ങൾ മനസ്സിലാക്കുക, എന്താണ് സുറിയാനി സഭയുടെ മഹത്വം, എന്താണ് അതിന്റെ ആരാധനയുടെ മൂല്യം എന്ന് നമുക്ക് പലപ്പോഴും മനസ്സിലാകുന്നില്ല. അതുകൊണ്ടാണ് നമ്മൾ അതിനെ നിസ്സാരമായിട്ട് കണക്കാക്കുന്നത്. അതുകൊണ്ട് അതിന്റെ മൂല്യം എന്താണെന്ന് മനസ്സിലാക്കി അതിന്റെ ഇപ്പൊ എനിക്കെതിരായിട്ട് വലിയൊരു ക്യാമ്പയിൻ ഒരു വാട്സാപ്പ് ഗ്രൂപ്പിൽ. അപ്പൊ ഇന്നലെ ഒരു ആളിട്ടിരിക്കുന്ന വോയിസ് ക്ലിപ്പാണ്. അദ്ദേഹം പറയുകയാണ്, ഇയാള് പറയുന്ന അനുസരിച്ച് ലിറ്റർജിയൊക്കെ ശ്രേഷ്ഠമാണ്, പക്ഷെ അതുകൊണ്ടെന്താ നമ്മളിപ്പോ കൺവെൻഷനിൽ ഒരു പാട്ട് പാടുമ്പോ അതുകൊണ്ടൊക്കെ കാരണം എന്താണ്? ഇങ്ങനെ ഒരു സമാന്തര ആത്മീയതയെ ഉണ്ടാക്കിയെടുത്തിട്ട് ഈ സമാന്തര ആത്മീയതയാണ് ഇവിടുത്തെ എന്നെ സംബന്ധിച്ച് ഞാൻ പറഞ്ഞില്ലല്ലോ, പെന്റക്കോസ്റ്റിൽ ഞാൻ പ്രവർത്തിച്ചിരുന്നത് കൊണ്ട് അതിന്റെ സ്ട്രാറ്റജീസ്, അതിന്റെ ഫീഡിംഗ് റൂട്ട്സ് എല്ലാം ഞങ്ങൾക്ക് കൃത്യമായിട്ട് അറിയാം. മാത്രമല്ല സഭയാണ് പെന്തക്കോസ്റ്റിന്റെ മാൻ പവർ സപ്ലൈ ചെയ്യുന്നത്, മാൻ പവർ സപ്ലൈ ഏജൻസിയാണ്. അത് കാരണം അത് ഏറ്റവും നിങ്ങളുടെ മാർത്തോമ സഭയിൽ നിൽക്കുന്ന ഒരു 80% ആളുകളും പെന്തക്കോസ്റ്റൽ സ്നാനം സ്വീകരിച്ചവരാണ്. ആസ് എ ഫോർമൽ പെന്തക്കോസ്റ്റൽ പാസ്റ്റർ ഐ ക്യാൻ അഷ്വർ ദാറ്റ്, ഐ വൗച്ച് ദാറ്റ്. ഇപ്പൊ ആർക്കെങ്കിലും എന്തെങ്കിലും ഒബ്ജക്ഷൻ ഉണ്ടെങ്കിൽ മുഴുവൻ ആളുകളും ഇങ്ങനെ ഒതുക്കത്തിൽ വന്ന് ഞങ്ങൾ പാസ്റ്റർമാരുടെ ഇടയിൽ വന്ന് മുങ്ങി. അതുകൊണ്ട് പാസ്റ്റർമാർക്ക് ഇവരുടെ വീട്ടിലെല്ലാം വലിയ സ്വാഗതമാണ്. ഞങ്ങളെ സംബന്ധിച്ച് ഏതെങ്കിലുമൊക്കെ ഗസ്റ്റ് പാസ്റ്റർമാർ വന്നു കഴിഞ്ഞാൽ 4 മാർത്തോമക്കാരുടെ വീട്ടിൽ കൊണ്ടുപോയി പ്രാർത്ഥിപ്പിക്കുമ്പോൾ തന്നെ അവർക്ക് നല്ലൊരു സ്തോത്ര കാഴ്ച കിട്ടും. ഗൾഫ് രാജ്യങ്ങളിലേക്ക് പോകുന്ന പാസ്റ്റർമാര് അവർക്ക് പെന്തക്കോസ്റ്റുകാർക്ക് അവരെ കിട്ടത്തില്ല. കാരണം എന്ത് ചെയ്യാണ്? മാർത്തോമക്കാര് കൊണ്ടുവരുന്നത് അവരുടെ കൂട്ടായ്മകളിൽ. മാർത്തോമയിലെ ബിഷപ്പുമാരെ കേൾക്കുകയാണ്, എന്തുകൊണ്ടാണ് നിങ്ങൾക്കിടയിൽ അപേക്ഷ സംഭവിച്ചെന്ന് ചോദിച്ചാൽ സുറിയാനി പാരമ്പര്യത്തെയും പൈതൃകത്തെയും തിരസ്കരിച്ചിട്ട് പാശ്ചാത്യമായ പാരമ്പര്യത്തിലേക്ക് പോയത് കൊണ്ടാണ്. ഞാൻ മാർത്തോമക്കാരുടെ കാര്യമല്ല, ഞാൻ യാക്കോബക്കാരുടെ പറയുന്നതല്ലേ. അതേ പാതയിലാണ് ഇന്ന് എന്ത് യാക്കോബായക്കാരും അവരുടെ പിതാക്കന്മാരാൽ വിരചിതമായതും പരിശുദ്ധാത്മാവിനാൽ പ്രേരിതമായതും ദൈവശാസ്ത്രപരമായി കൃത്യതയുള്ളതുമായ ആരാധനാ സമ്പ്രദായങ്ങളെയും ഗീതങ്ങളെയും വിട്ടിട്ട് തികച്ചും പാശ്ചാത്യമായ നാശകരമായ ഉപദേശങ്ങളിലേക്ക് വഴുതി വീണു പോകുന്നു. നമ്മുടെ ഇടയിലുള്ള കുഴപ്പമാണ്. അപ്പൊ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, ഈ സഭയിൽ നിൽക്കുന്ന ആളുകളിൽ തന്നെ നല്ലൊരു പങ്ക് വേർക്കും പരിശുദ്ധ കന്യകാമറിയത്തോടുള്ള ഭക്തി അരോചകമായി തുടങ്ങിയിട്ടുണ്ട്. അരോചകമാണ്. അവർ തമ്മിൽ കൃപ നിറഞ്ഞ മറിയമേ നിനക്ക് സമാധാനം എന്ന് അച്ഛൻ പറയുമ്പോൾ ഇങ്ങനെ നിൽക്കുന്ന ആളുകൾ.
തമാശ പറയുന്നതല്ല, ഉണ്ട്. കാരണം എന്നാണെന്നോ, അവര് ഒരു ദിവസം കുർബാനയ്ക്ക് വരുന്നു, ബാക്കി ദിവസങ്ങളിലെല്ലാം കൂട്ടായ്മകളൊക്കെ പോകുന്നു. ഈ കൂട്ടായ്മകളിൽ ആരൊക്കെയാ വന്ന് പ്രസംഗിക്കുന്നതിന് ഒരു മോണിറ്ററിംഗും ഇല്ല, ഒരു കൺട്രോളും ഇല്ല, ഒരു ഫിൽറ്ററിംഗും ഇല്ല. അവര് വന്ന് പ്രസംഗിക്കുന്ന മുഴുവൻ നാശകരമായ മതഭേദമാണ്. പല കൂട്ടായ്മകളിലും പരിശുദ്ധ കന്യകാമറിയത്തിനെതിരായിട്ട് കന്യകാമറിയം ദൈവമാതാവ് അല്ല എന്നുള്ള വിധത്തിലുള്ള പ്രസംഗങ്ങൾ നടക്കുന്നത് കൊണ്ട് അത് സ്വാധീനിക്കുന്നു. അതിനെ സ്വാധീനിക്കപ്പെട്ടിട്ട് യേശു മാത്രം മതി, യേശു മാത്രം മതി, യേശു മാത്രം മതി, പിതാവ് പരിശുദ്ധാത്മാവ് വേണ്ടേ? എന്ത് പോഷ്കാണ് നമ്മുടെ ആരാധന, തൃത്വ ആരാധനയാണ്, സ്തുതിയുവാകപ്പെട്ട സഭയാണ്. പിതാവിനെ പുത്രനും പരിശുദ്ധനും അല്ലാതെ യേശുവെ സ്വന്തം, യേശുവെ നന്ദി എന്ന് പറഞ്ഞ യേശു മാത്രം മതി എന്ന് പറയുന്ന പുത്തൻ ആത്മീയത വരുമ്പോൾ ആ ആത്മീയതയ്ക്ക് കൂടെ ആ പുതിയ നവപ്രവണത ഏതാണ് നവപ്രവണത? ഞാൻ പറയുന്നതല്ല നവപ്രവണത, മറിച്ച് ഇന്ന് സഭയ്ക്ക് വാദമാനം ഗ്രസിച്ചിരിക്കുന്ന ഇവരുടെ ആരാധന സമ്പ്രദായം, ഞാൻ പറഞ്ഞ ഈ സമാന്തര ആത്മീയത, അതാണ് നവപ്രവണത. അപ്പൊ സമാന്തര ആത്മീയതയല്ല നമുക്ക് വേണ്ടത്. പാരലായിട്ടുള്ള ഒരു സ്പിരിച്വാലിറ്റി അവർ ഉണ്ടാക്കുകയാണ്. എന്നിട്ട് അത് ഓതന്റിക് ആണ്, മോർ സ്പിരിച്വൽ ആണെന്ന് അവർ ക്ലെയിം ചെയ്യുന്നത്. അതിനെതിരായിട്ടുള്ള യുദ്ധമാണ് നമ്മൾ നടത്തുന്നത്. എന്താണ്? സഭയുടെ പാരമ്പര്യത്തിൽ സഭയിൽ എന്നുണ്ട്, ലിറ്ററേച്ചർ ഉണ്ട്, വി ഹാവ് ഇനഫ് സോങ്സ്. നമുക്ക് മുന്നോട്ടുള്ളത് ഇതിലാണ് നമ്മൾ എന്ത് പാടും പാട്ടുണ്ട്, ശിവാനംസ്കാരത്തിൽ ഇഷ്ടംപോലെ പാട്ടുണ്ട്. ആവശ്യത്തിന് പാടാനുള്ള പാട്ടുകൾ നമ്മുടെ സഭയിൽ, സഭയുടെ ലിറ്ററേച്ചറിൽ നമുക്ക് ഇനഫ് സോങ്സ്, വി ഹാവ് ഇനഫ് സോങ്സ്. പക്ഷെ നമുക്ക് എന്തൊക്കെ പാടണം? നമുക്കത് പാടണം. ഇവിടെയാണ് നമ്മൾ കന്യകാമറിയത്തെ സംബന്ധിച്ച് മനസ്സിലാക്കേണ്ടത്. കന്യകാമറിയത്തെ എങ്ങനെ കാണുന്നു, കന്യകാമറിയത്തെ എങ്ങനെയാണ് കാണുന്നത്? ഇതാണ് ഏറ്റവും വലിയ പ്രശ്നം. കോൺസ്റ്റാന്റിനോപ്പിളിലെ പാത്രിയർക്കീസ് ആയിരുന്ന, നിങ്ങൾ കോൺസ്റ്റാന്റിനോപ്പിൾ പാത്രിയർക്കീസ് എന്ന് അറിയാമല്ലേ? കോൺസ്റ്റാന്റിനോപ്പിൾ പാത്രിയർക്കീസ് എന്ന് പറഞ്ഞാൽ 3 പാത്രിയർക്കീസുമാരാണ് ആദിമ കാലത്തുണ്ടായിരുന്നത്. റോമ, അന്ത്യോക്യ, അലക്സാണ്ട്രിയ, റോമം. അപ്പൊ അന്ത്യോക്യ, അലക്സാണ്ട്രിയ, റോമം 3 പാത്രിയർക്കീസുമാരുണ്ടായിരുന്നു. പിന്നെ 5-ാം നൂറ്റാണ്ടായി കഴിഞ്ഞപ്പോൾ കോൺസ്റ്റാന്റിനോപ്പിളിലും കൂടെ ഒരു പാത്രിയർക്കീസ്, 4 പാത്രിയർക്കീസുമാരായി. 3 പാത്രിയർക്കീസുമാരാണ് ഒറിജിനലുണ്ടായിരുന്നത്, പിന്നീട് 4 പാത്രിയർക്കീസ്. ഇതിലൊരു 4ാമത്തെ സ്ഥലമായ കോൺസ്റ്റാന്റിനോപ്പിളിലെ പാത്രിയർക്കീസ് ആയിരുന്നു നെസ്തോർ. ഈ നെസ്തോർ കന്യകാമറിയത്തെ ആ കാലത്ത് ആളുകൾ എന്താ വിളിക്കുന്നത്? സഭ എന്താ വിളിക്കുന്നത്? തിയോട്ടോക്കോസ് എന്നാണ് വിളിക്കുന്നത്, തിയോട്ടോക്കോസ്. അപ്പൊ നെസ്തോർ പറഞ്ഞു ആ പ്രയോഗം അത്ര ശരിയല്ല. എന്താണ് തിയോട്ടോക്കോസ് എന്ന ആ പദത്തിന്റെ അർത്ഥം? ദൈവപ്രസവിത്രി. അപ്പൊ ദൈവപ്രസവിത്രി എന്നാ ഇങ്ങനെ വിളിക്കണ്ട, അപ്പൊ തിയോട്ടോക്കോസ് എന്ന് വിളിക്കണ്ട. കാരണം മറിയം പ്രസവിച്ചത് ദൈവപുത്രനെ അല്ല. അപ്പൊ അവിടെയാണ് നെസ്തോറിന്റെ വേദവിപരീതം എന്ന് പറയുന്നത് രൂപപ്പെടുന്നത്. എന്താണ് നെസ്തോർ പറഞ്ഞത്? നെസ്തോർ പറഞ്ഞു, ഞാൻ വിളിക്കും ആന്ത്രോപോറ്റോക്കോസ് എന്നാണ് വിളിക്കുന്നത്. ആന്ത്രോപ്പ് പറഞ്ഞാൽ മനുഷ്യനാണ്. ആന്ത്രോപോളജി നരവംശ വിജ്ഞാനിയാണ്. അപ്പൊ ആന്ത്രോ എന്ന് പദം ഗ്രീക്കിന് മനുഷ്യനാണ്. അപ്പൊ ആന്ത്രോപോളജി, അതിൽ അദ്ദേഹം പറയുകയാണ്, ഞാൻ ആന്ത്രോപോറ്റോക്കോസ് എന്ന് വിളിക്കാം, മനുഷ്യന്റെ മാതാവ്, മനുഷ്യ മാതാവ്. ഇതാണ് മറിയത്തെ ആരും വിളിച്ചത്, നെസ്തോർ വിളിച്ചത്. അപ്പൊ അർത്ഥശങ്കയ്ക്കിടയില്ലാതെ അലക്സാണ്ട്രിയൻ വേദശാസ്ത്രത്തിന്റെ ആചാര്യനായിരിക്കുന്ന സെയിന്റ് സിറിൽ ഓഫ് അലക്സാണ്ട്രിയ, അതായത് നമ്മൾ വിളിക്കുന്ന കുറിലോസ് എന്നാണ്, സിറിലിനെ കുറിലോസ് എന്നാണ്. നമ്മുടെ വിശുദ്ധ കുർബാനയെ വായിക്കുന്ന 5-ാം നിർദ്ദേശത്തിൽ നമ്മൾ ഉന്നത ഗോപുരമായ കുറിലോസ് എന്ന് വിളിക്കുന്നു, വിശേഷിപ്പിക്കുന്നു. നമ്മുടെ കർത്താവായ യേശുമിശിഹായുടെ മനുഷ്യാവതാരത്തെ സംബന്ധിച്ച് സ്പഷ്ടമായി തെളിയിച്ചവരും ഉന്നത ഗോപുരമാണോ നമ്മുടെ കർത്താവായ യേശുമിശിഹായുടെ മനുഷ്യാവതാരമാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതിനെപ്പറ്റി എന്ത് ചെയ്തിരിക്കുന്നു? സ്പഷ്ടമായി തെളിയിച്ചിരിക്കുന്നു. വലിയ തർക്കം, വാഗ്വാദം ഉണ്ടായിരുന്നു.
രാജാക്കന്മാർക്കൊക്കെ സപ്പോർട്ട് ആർക്കുണ്ട്? നെസ്തോറിനുണ്ട്. അങ്ങനെ നെസ്തോറും അലക്സാണ്ട്രിയയിലെ സിറിലും തമ്മിൽ ഏറ്റുമുട്ടുകയാണ്. അവരുടെ കത്തുകളാണ്. നെസ്തോർ ഒരു കത്തയക്കുന്നു, അത് അലക്സാണ്ട്രിയ സിറിൽ മറുപടി കത്തയക്കുന്നു. ആ കത്തുകളുടെ കണക്ഷനൊക്കെ നമുക്ക് ലഭ്യമാണ്. അപ്പൊ അതിനകത്ത് ഒരു ആർഗ്യുമെന്റ്സ് കൊണ്ടുവരും. അപ്പൊ ഇടയ്ക്ക് കലഹത്തിന് മധ്യസ്ഥന്മാർ നിൽക്കുന്നു. അങ്ങനെ മധ്യവർത്തികൾ നിന്നിട്ട് നമുക്കറിയാം, ഈ കാള കച്ചവടത്തിന് പോകുമ്പോ കാളെ വിൽക്കാൻ വേണ്ടി ഉദാഹരണം പറഞ്ഞപ്പോ കാളയുടെ വില ഒന്നുമല്ല. ഒരാൾ പറയുന്നു 15,000 രൂപ, അവ മറ്റേ ആൾ പറയുന്നു 8,000 രൂപ. അവ പിന്നെ ഇങ്ങനെ തുടങ്ങിക്കുക. അവ മനുഷ്യർ പറഞ്ഞു അവ 14,000, പിന്നെ മറ്റാൾ 10. അപ്പൊ നടുക്ക് നിൽക്കുന്ന ആളെ വഴക്കുണ്ടാക്കാം, നടുക്ക് വെച്ച് മുറിച്ചൊരു 12 അങ്ങോട്ട് ഉറപ്പിക്കും. അങ്ങനെ 15,000 രൂപയ്ക്ക് ഈ കാള എന്ത് ചെയ്യുന്നു? അതാണ് ഈ നടുക്ക് വെച്ച് മുറിക്കുക എന്നതാണ് മിഡിഗ്രാം ഫാലസി എന്ന് പറയും. നടുക്ക് വെച്ച് മുറിച്ചേക്കാം. അപ്പൊ അങ്ങനെ ഈ തർക്കം മൂത്തു. അപ്പൊ നെസ്തോർ പറയുന്നത് എന്താണ്? ആന്ത്രോപോറ്റോകോസ്. സിറിൽ പറയുന്നത് എന്താണ്? തിയോട്ടോകോസ്. അപ്പൊ ഒരു സജഷൻ വന്നു. നെസ്തോർ തന്നെ സംബന്ധിച്ച് ഒരു കാര്യം ചെയ്തു, ഞാൻ ക്രിസ്റ്റോട്ടോകോസ് എന്ന് വിളിക്കാം. എന്താ? ക്രിസ്തുവിന്റെ അമ്മ. അത് മതി, അവിടെ കൊണ്ട് നമുക്ക് ഉറപ്പിക്കണം. സംഗതി ആരും സമ്മതിച്ചില്ല. അതാണ് സ്പഷ്ടമായി തെളിയിച്ചത്. നോ കോംപ്രമൈസ്. ദൈവമാതാവാണ് കന്യകാമറിയമെന്ന് ആര് പറഞ്ഞു? സിറിൽ പറഞ്ഞു, ഓക്കെ, അങ്ങനെയാണ് എഫേസോസിൽ സുന്നോദോസ് ഉണ്ടാകുന്നത്. ആ സുന്നോദോസ് വിളിച്ചു കൂട്ടി. ആ സുന്നോദോസിൽ അന്തസംഖ്യയില്ലാതെ AD 431. അതുകൊണ്ടാണ് 3 മനുഷ്യരുടെ സുന്നോദോസുകൊണ്ട് നേറ്റ് പറയുന്നു. ആരേറ്റ് പറയുന്നു? യാക്കോബായക്കാർ നെറ്റ് പറയുന്നു. ആ യാക്കോബായക്കാർ നെറ്റ് പറയുന്ന 3 സുന്നോദോസുകളിലെ പരിശുദ്ധമായ എഫേസോസ് സുന്നോദോസിൽ അർത്ഥശങ്കയ്ക്കിടയില്ലാതെ അടിവരയിട്ട് ഉറപ്പിച്ച് പ്രഖ്യാപിച്ചു, മറിയം സംശയം കൂടാതെ ദൈവമാതാവാണെന്നുള്ള പ്രഖ്യാപനം. ഇത് വിശ്വസിക്കുന്നവരാണ് യാക്കോബായക്കാരൻ. ഇതിനെതിരായിട്ടുള്ള പാട്ട് പാടിക്കൊണ്ട് നടക്കുന്നവർ എങ്ങനെ യാക്കോബായക്കാരനും അവനെങ്ങനെ യാക്കോബായക്കാരനായി തുടരാൻ പറ്റും? അവൻ എങ്ങനെ യാക്കോബായക്കാരനായി തുടരാൻ പറ്റും? അപ്പൊ മറിയം ആരാണ്? മറിയം സംശയം കൂടാതെ ദൈവമാണ്. സിറിൽ ഓഫ് അലക്സാണ്ട്രിയയുടെ കാലശേഷം ഈ ബാല ഉയർത്തിപ്പിടിക്കുക. കാരണം ഇതിന് സമ്മർദ്ദമാണ്, പൊളിറ്റിക്കൽ പ്രഷറുണ്ട്. കാരണം രാജാവും മറ്റും ചക്രവർത്തിയും മറ്റും പറയുന്നത് സമാധാനം ഉണ്ടാക്കണം. കാരണം ചക്രവർത്തിയെ സംബന്ധിച്ച് അവിടുത്തെ പ്രമുഖമായ ഒരു ഗ്രൂപ്പ് ക്രിസ്ത്യൻസ് ആണ്. ക്രിസ്തീയ സഭയിൽ കലഹം തുറന്നുകൊണ്ടിരുന്നാൽ സ്റ്റേറ്റിന് ക്ഷീണമാണ്. ഇന്നും നമ്മുടെ നാട്ടിലെങ്ങനെ? നമ്മുടെ നാട്ടിലേക്ക് ഓർത്തഡോക്സ് യാക്കോബായ സംഘർഷം വരുമ്പോൾ തലവേദന ആർക്കാണ്? സർക്കാരിനാണ്. അതുപോലെ അന്ന് ഈ ദൈവശാസ്ത്രം സംബന്ധിച്ച കലഹങ്ങൾ വരുമ്പോൾ രാജാവിനെ സംബന്ധിച്ച് തലവേദന എങ്ങനെയെങ്കിലും ഒഴുകി പോകണം. അതുകൊണ്ടാണ് രാജാക്കന്മാർ എപ്പോഴും ഈ ദൈവശാസ്ത്ര കാര്യങ്ങളിൽ ഇടപെടുന്നത്. അതുകൊണ്ട് അവരെ സംബന്ധിച്ച് ഭൂരിപക്ഷോളം നിൽക്കുക, സമാധാനം ഉണ്ടാക്കുക, മറ്റവരോട് തന്നെ സമ്മതിക്കുക. ഇത്രയൊക്കെ മതി, എന്തിനായത്? മനസ്സിലായില്ല. രാജാവ് പറഞ്ഞിട്ട് മതിയായത് മതി. യേശു കൊണ്ടല്ല അവിടെ. ഇവിടെ അതല്ല ഇത് നമ്മുടെ സ്ഥിതി. യേശു എവിടെയുണ്ടോ അവിടെ ഞാനുണ്ട്. അപ്പൊ അവരും യേശു എന്ന് പറയുന്നുണ്ടല്ലോ, മതി, എത്ര മതി. പക്ഷെ ആരും സമ്മതിച്ചില്ല. പൂർണ്ണസ് പിതാവിന്റെ കാലശേഷം ഈ നെസ്തോർ വിശ്വാസത്തെ സഭയിലേക്ക് വീണ്ടും കൊണ്ടുവരുവാനുള്ള അണിയറ നീക്കങ്ങൾ തുടർന്നുകൊണ്ടിരുന്നു. നെസ്തോറിന്റെ വിശ്വാസം, നെസ്തോർ പറഞ്ഞത് യേശു ദൈവപുത്രനാണ് പറഞ്ഞത് 2 വ്യക്തികളായിട്ടാണ് നിൽക്കുന്നത്. ആരെ? ഒരു മനുഷ്യ യേശുവുമുണ്ട്, ഒരു ദൈവേശുവുമുണ്ട്. അതാണ് ഏക സ്വഭാവമാണ്. ഒരു സ്വഭാവമുണ്ട്, പക്ഷെ ഒരു മനുഷ്യ യേശുവുണ്ട്. പിന്നെയാണ് കൽക്കൂനിയൻ സുന്നോദോസ് വരുന്നത്. കൽക്കൂനിയൻ സുന്നോദോസ് വിളിച്ചിട്ട് ഇവിടെ റോമിലെ പോപ്പ് ലിയോ അദ്ദേഹം ഒരു വിശ്വാസ രേഖ ഉണ്ടാക്കി. അതിനെയാണ് തുമി എന്ന് പറയുന്നത്. പോപ്പ് ലിയോയുടെ തുമി. ഈ തുമി എന്ത് ചെയ്തു? കൽക്കൂനിയൻ സുന്നോദോസിൽ വായിച്ചു. പോപ്പ് ലിയോയുടെ തുമി കൽക്കൂനിയൻ സുന്നോദോസിൽ വായിച്ചു. അന്ത്യോക്യയിൽ നിന്നും അലക്സാണ്ട്രിയയിൽ നിന്നും ചെന്ന സുന്നോദോസിനെ എന്ന പ്രതിനിധി സംഘം ഇത് വായിച്ചു കേട്ടപ്പോൾ അന്ത്യോക്യയിലെയും അലക്സാണ്ട്രിയയിലെ പിതാക്കന്മാർ പറഞ്ഞു, ഇത് നെസ്തോർ പറഞ്ഞത് തന്നെയാണ്. വേറൊരു രൂപത്തിൽ എന്ത് ചെയ്തിരിക്കുന്നു? അവതരിപ്പിച്ചിരിക്കുന്നു. അപ്പൊ നെസ്തോറിന്റെ വേദവിപരീതം എഫേസോസ് സുന്നോദോസിൽ തള്ളിക്കളഞ്ഞതിന്റെ
പെയിന്റ് അടിച്ച് വേറെ രൂപത്തിൽ ഇറക്കിയതാണ് കൽക്കൂഞ്ഞൻ വിശ്വാസ പ്രമാണവും പോപ്പിന്റെ തുമ്പി. അവിടെ എന്താ പറഞ്ഞിരിക്കുന്നത്? അതുകൊണ്ടാണ് നമ്മള് വിശ്വാസം നീ ശ്രീമമായി അങ്ങനെ നമ്മൾ പാട്ട് താഴോട്ട് പാടുന്നുണ്ട്. ദുസ്താർക്കികനായ ലിയോ എന്ന് വിളിക്കുന്നുണ്ട്. പോപ്പ് ലിയോയെ വിളിക്കുന്നത്. കാരണം പോപ്പ് ലിയോ എഴുതി വിട്ടത് എന്താണ്? എഫേസോസിൽ പ്രഖ്യാപിച്ച സത്യവിശ്വാസത്തിന് ഘടകമെന്നുമാണ്. കാരണം രണ്ട് സ്വഭാവങ്ങൾ ഒരു വ്യക്തിയിൽ എനിക്ക് ഇരു സ്വഭാവമാണ് ഒരു വ്യക്തിയിൽ നിന്നുണ്ട്. രണ്ട് സ്വഭാവമുണ്ട്. അങ്ങനെയുള്ള വ്യക്തികളെ നമ്മൾ എന്താ വിളിക്കുന്നത്? മനസ്സിലായില്ലേ? അപ്പൊ അവരുടെ യേശുവിന് എന്തുണ്ട്? രണ്ട് സ്വഭാവം നിന്ന് അവര് തന്നെ പറയാ. അത് അപമാനകരമാണ്. ഇന്ന് ആധുനിക ലോകത്ത് രണ്ട് സ്വഭാവം എന്ന് പറഞ്ഞാൽ കുഴപ്പമാണ്. പക്ഷെ ഒരു നാണവും ഇല്ലാതെ പറയാണ് ഞങ്ങളുടെ കർത്താവ് നിന്നുണ്ട് രണ്ട് സ്വഭാവമുണ്ട്. അവിടെയാണ് സുറിയാനി സഭ, പ്രത്യേകിച്ച് ഇന്ന് ഓറിയന്റൽസ് എന്ന് വിളിക്കുന്ന ഓറിയന്റൽ ഓർത്തഡോക്സ് സഭകളെല്ലാം പൊതുവായിട്ട് ഹോൾഡ് ചെയ്യുന്ന ഒരു വിശ്വാസ രേഖ. അതെന്താണ്? മിയ ഫൈസിറ്റിസം എന്നാണ് അതിന് പേര് പറയുന്നത്. യേശുക്രിസ്തു വൺ പേഴ്സൺ, ഒരു പേഴ്സൺ, ഒരു വ്യക്തിയാണ്. ആ വ്യക്തിക്ക് ഒരു സ്വഭാവമാണ്. ആ ഒരു സ്വഭാവം എന്താണ്? രണ്ടിൽ നിന്നുണ്ടാകുന്ന ഒന്ന്. ഒരു വ്യക്തി, വൺ പേഴ്സൺ, വൺ നേച്ചർ. അവർ പറഞ്ഞു ടു നേച്ചേഴ്സ് ഇൻ വൺ പേഴ്സൺ. അപ്പൊ നമ്മുടെ പിതാക്കന്മാർ സമ്മതിച്ചില്ല. രണ്ട് സ്വഭാവമുള്ള യേശുവിനെ ഞങ്ങൾ വോട്ട് ചെയ്തില്ല. അങ്ങനെയാണ് സഭയുടെ ആദ്യത്തെ പിരിവുണ്ടാകുന്നത്. നേരെ അങ്ങോട്ട് പിരിവ്. അങ്ങനെ ആ പേര് പിന്നീട് വരുന്ന കേട്ടോ. അന്ത്യോക്യൻ സഭയും അലക്സാണ്ട്രിയൻ സഭയുമാണ് ഒറിജിനലി കൽക്കൂഞ്ഞൻ സുന്നോദോസിന് ശേഷം മാറുന്നത്. ഞങ്ങൾ എന്ത് ചെയ്തു? ഞങ്ങൾ ആ സത്യവിശ്വാസത്തെ, ആദ്യത്തെ 3 സുന്നോദോസിലെ സത്യവിശ്വാസത്തെ ഞങ്ങൾ ഹോൾഡ് ചെയ്തു. പിന്നീട് കത്തോലിക്ക സഭ ഇന്ന് വിളിക്കപ്പെടുന്ന റോമിലെ സഭയും കുസ്തന്തീനോപ്പോലിസിലെ സഭയും. 4 സഭകളാണുള്ളത്. എത്ര സഭയാണ്? 4 സഭ. അത് ഏതൊക്കെയാണ്? അന്ത്യോക്യ, അലക്സാണ്ട്രിയ, റോം, കുസ്തന്തീനോപ്പോലിസ്. ഇതിൽ അന്ത്യോക്യയും അലക്സാണ്ട്രിയയും ഇവിടെ എന്ത് ചെയ്തു? കൽക്കൂഞ്ഞൻ സുന്നോദോസ് എഴുതുമ്പോ മാറി. അന്ത്യോക്യയും അലക്സാണ്ട്രിയ എന്ന് പറഞ്ഞാൽ അന്ന് ക്രിസ്തീയ സഭയിൽ ബഹുഭൂരിപക്ഷം. നിങ്ങൾ ഇന്നത്തെ വെച്ചാൽ ചിന്തിക്കുന്നത് അന്ന് ബഹുഭൂരിപക്ഷമാണ്. പിന്നീട് കത്തോലിക്ക സഭ വളരെ മൊത്തം പിൽക്കാല ചരിത്രമാണ്. അന്ന് റോമിലെ സഭയും കോൺസ്റ്റാന്റിനോപ്പിളിലെ സഭയും എന്ന് പറയുമ്പോൾ ചെറിയ ഗ്രൂപ്പാണ്. അവർ പൊളിറ്റിക്കൽ സ്വാധീനം, രാജാവിന്റെ സ്വാധീനം ഉപയോഗിച്ച് ഈ ഭൂരിപക്ഷം വരുന്ന വിശ്വാസ സഞ്ചയത്തെ എന്ത് ചെയ്യാൻ തുടങ്ങി? ഉപദ്രവിക്കാൻ തുടങ്ങുന്നത്. ആ കാലഘട്ടത്തിൽ അന്ത്യോക്യയിലെ പാത്രിയർക്കീസ് ആയതാണ് സെവേറിയോസ്. ആരാണ് സെവേറിയോസ്? 5-ാം തിമോഥെയിൽ നമ്മൾ സെവേറിയോസിനെ പറയുന്നത് സുറിയാനിക്കാരുടെ കിരീടം എന്നാണ്. ക്രൗൺ ഓഫ് സുറിയൻസ്. സുറിയാനിക്കാരുടെ കിരീടം. ദൈവത്തിന്റെ സഭ മുഴുവന്റെയും വിവേകമുള്ള വായിൽ നിന്ന് മൽപ്പാന പുഷ്പങ്ങൾ കൊണ്ട് നിറഞ്ഞ മേച്ചിൽ സ്ഥലത്തും അറിയും സംശയം കൂടാതെ ദൈവമാതാവെന്ന് എല്ലായ്പ്പോഴും പ്രസംഗിച്ചതുമായ ഞങ്ങളുടെ പാത്രം. മറിയം സംശയം കൂടാതെ ദൈവമാതാവെന്ന് പ്രസംഗിച്ചു. ഇതാണ് സത്യവിശ്വാസത്തിന്റെ ഏകരേഖ. പറഞ്ഞാൽ വൺ ലെയർ ആയിട്ട് നമുക്ക് സത്യവിശ്വാസം എഴുതണം. ക്രിസ്തീയ സഭയുടെ സത്യവിശ്വാസം നമുക്ക് വിശ്വാസ പ്രമാണം ഇങ്ങനെയൊക്കെ ഉണ്ട്. അപ്പൊ ഒറ്റ ലൈനിൽ എഴുതണമെങ്കിൽ എന്ത് എഴുതാൻ മതി? മേരി ദ തിയോട്ടോക്കോസ് എന്നതിൽ വരയിട്ടാൽ നമ്മുടെ വിശ്വാസം അതിന് പൂർണ്ണമാണ്. ഇപ്പൊ സത്യവിശ്വാസം മുഴുവൻ കേന്ദ്രീകരിക്കപ്പെടുന്നത് നിങ്ങൾ മറിയത്തെ എങ്ങനെ കാണുന്നു? മറിയം സംശയം കൂടാതെ ദൈവമാതാവാണെന്ന് പറയുമ്പോൾ ആ ഒരു സ്റ്റേറ്റ്മെന്റിന് എല്ലാ വിരുദ്ധ ഉപദേശങ്ങളെയും തകർത്തു കളയുവാനുള്ള ശക്തിയുണ്ട്. കാരണം മറിയം ആരാണ്? ദൈവമാണ്. കാരണം എന്തിനാണ്? മറിയത്തെ പോലത്തെ നല്ലത് പറയുന്നത്. മറിയം പ്രസവിച്ച ആ ശിശു ദൈവമായിരുന്നു. ഞാൻ പറയുന്നത് പിടികിട്ടുന്നു. അപ്പൊ ഒരു ഉദാഹരണം ഞാൻ പറയാം. അപ്പൊ നമ്മുടെ ഇന്ത്യ ഭരിക്കുന്ന നരേന്ദ്ര മോദിജിയുടെ അമ്മ. അപ്പൊ നരേന്ദ്ര മോദിജിയുടെ അമ്മ ആരാണ്?
പ്രധാനമന്ത്രിയുടെ അമ്മയാണോ? മോദിന്റെ അമ്മയല്ല, പ്രധാനമന്ത്രിയുടെ അമ്മ. പക്ഷേ ആ സ്ത്രീ പ്രസവിച്ചത് പ്രധാനമന്ത്രിയാവാം. ഇന്നെങ്ങനെ പ്രധാനമന്ത്രി അമ്മയാവും? ഇതാണ് ബഹുഭൂരിപക്ഷം ക്രിസ്തീയ സഭകളും മറിയം ദൈവമാതാവാന്ന് പറയുമ്പോൾ അവർ നൽകുന്ന വ്യാഖ്യാനം. മറിയം പ്രസവിച്ചത് ദൈവത്തെ അല്ല, പിന്നെ മറിയം പ്രസവിച്ച ആള് ദൈവമായി. ഉദാഹരണം മനസ്സിലായില്ലേ? അത് നമ്മുടെ വിധാനങ്ങളെ സംബന്ധിക്കുന്നത്. നമ്മൾ പറയും മറിയം മടിയിൽ താലോലിച്ചതും മറിയം മുലപ്പാൽ നൽകി പരിപാലിച്ചതും ദൈവത്തെയാണ്. ഈ വിശ്വാസം ഫോൾഡ് ചെയ്യുന്ന ഏക സഭ സുറിയാനി സഭയാണ്. അതുകൊണ്ടാണ് സുറിയാനി സഭ ലോകത്ത് ഉപദ്രവിക്കപ്പെടുന്നത്. അത് സത്യവിശ്വാസമാണ്. വ്യത്യാസം മനസ്സിലായില്ല. ഇപ്പൊ നമ്മൾ ഓർക്കും കത്തോലിക്ക സഭയാണ് ഏറ്റവും വലിയ മാതാവിന്റെ ഒത്തിരി പേരാണ് ഒരുപാട് രൂപങ്ങൾ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. കൊന്ത ചൊല്ലുന്നുണ്ട്. നിങ്ങൾ കത്തോലിക്ക സഭയുടെ ഒരു വിശുദ്ധ കുർബാനയിൽ പോയി ആദ്യോടത്തെ സംബന്ധിച്ച് എത്ര പ്രാവശ്യമാണ് മറിയത്തിനെ വായിക്കുന്നുണ്ട് കുർബാനയിൽ നിന്ന് നോക്കുക. എന്നിട്ട് യാക്കോബായക്കാരുടെ കുർബാന കേൾക്ക് എത്ര പ്രാവശ്യം ഉണ്ടെന്ന് നോക്കുക. അത് രണ്ടും കൂടെ നിങ്ങൾ താരതമ്യം ചെയ്യണം. കത്തോലിക്ക ലിറ്റർജി മറിയം വളരെ വിരളമായിട്ടാണുള്ളത്. പക്ഷെ അവർ പാരാ ലിറ്റർജി ഉണ്ടാക്കിയിട്ടുണ്ട്. എന്തുണ്ടാക്കിയിട്ടുണ്ട്? പാരാ ലിറ്റർജി, സമാന്തര ലിറ്റർജി. സ്വന്തം നമസ്കാരമൊക്കെ പാരാ ലിറ്റർജിയാണ്, അവരുടെ മെയിൻ ലിറ്റർജി അല്ല. അത് ആളുകളെ നിങ്ങൾ പൊടിയിട്ടാണ്. ആളുകൾ ചിന്തിക്കുകയാണ് എന്ത് ഇവര് ഭയങ്കര വലിയവരാണ്. ഈ കൃപ നിറഞ്ഞ മറിയമേ എന്നുള്ള പ്രാർത്ഥനയുണ്ടെന്നു. അത് സുറിയാനി സഭയുടെ പ്രാർത്ഥനയാണ്. മറ്റ് സഭകൾ അത് അവിടെ നിന്ന് അഡോപ്റ്റ് ചെയ്യുന്നു. അപ്പൊ മറിയത്തിന്റെ സ്വന്തം മറിയത്തെ പേട്രൺ സെയിന്റ് ആയിട്ട് വെച്ചിരിക്കുന്ന സഭയാണ് സുറിയാനി സഭ. അത് നിങ്ങറിയാം, സുറിയാനി സഭയുടെ പേട്രൺ സെയിന്റ് ആരാണ്? പരിശുദ്ധ മറിയമാണ് നമ്മുടെ സഭയുടെ പേട്രൺ സെയിന്റ്. അതുകൊണ്ടാണ് നമ്മൾ പള്ളി വെക്കുന്നെങ്കിൽ ഫസ്റ്റ് നെയ്മ് ആരുടെയായിരിക്കും? കന്യകാ മറിയത്തിന്റെ പേരിലാണ് ഏറ്റവും കൂടുതൽ പള്ളികൾ വെക്കുന്നത്. സഭയുടെ സെയിന്റ് ആണ്. കത്തോലിക്ക സഭയുടെ പേട്രൺ സെയിന്റ് ആണ് പറയുന്നത് സെയിന്റ് ജോസഫാണ്. അതുകൊണ്ട് കുഴപ്പമില്ല കത്തോലിക്ക സഭയുടെ. പക്ഷെ നമ്മുടെ സഭ എത്രമാത്രം ഇത് നമ്മുടെ വിഷയമാണ്. യോഗ കാലോഹോ ആയതുകൊണ്ടാണ് ഞാൻ പറയുന്നത് ഈ സഭയ്ക്കും കന്യകാ മറിയത്തിനും തമ്മിലുള്ള ബന്ധം അത്രമാത്രം ആഴമേറിയത്. സഭയുടെ നിശ്ചയത്തിൽ ഉടനീളം വിശുദ്ധ കുർബാനയിലായാലും എല്ലാ പ്രാർത്ഥന എല്ലാം നിങ്ങൾ നോക്കിക്കോ. മറിയത്തെ കൂടാതെ ഒരു പ്രാർത്ഥനയെ പൂർത്തീകരിക്കപ്പെടും. അതിന്റെ കാരണം നമ്മുടെ സത്യവിശ്വാസം എവിടെ നിൽക്കുന്നു? ഒറ്റ സ്റ്റേറ്റ്മെന്റ് നിൽക്കുന്നു. ആ സ്റ്റേറ്റ്മെന്റ് ആണ് മറിയം സംശയം കൂടാതെ ദൈവമാതാവാണ്. നമ്മുടെ സഭയുടെ ലിറ്റർജിയിൽ മറിയം നിൽക്കുന്നതിനെ പറ്റി ഞാൻ പറയുന്ന ഒരു ഉദാഹരണമുണ്ട്. പേരക്ക മുറിക്കുന്നത്. പേരക്ക മുറിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ കുരു കാണുന്നില്ല. എങ്ങനെ കാണുന്നത്? അത് നിറച്ചിങ്ങനെ എവിടെ എങ്ങനെ മുറിച്ചാലും അവിടെ ഇന്നുണ്ട്. അതുപോലെ നമ്മുടെ ലിറ്റർജി എവിടെ വെച്ചിങ്ങനെ നോക്കിയാലും അവിടെ എന്തുണ്ട്? മാതാവുണ്ട്. കത്തോലിക്ക സഭയുടെ ലിറ്റർജിയിൽ മാതാവ് നിൽക്കുന്നത് ഈ കശുമാവില് അതിന്റെ വിത്ത് തൂങ്ങി കിടക്കുന്നു. ഉണ്ടോന്ന് ചോദിച്ചാൽ ഉണ്ട് എന്നതേ ഉള്ളൂ. പരിമിതമായിട്ടത് വെച്ചിരിക്കും. ലോകത്തിലെ എല്ലാ സഭകളും അങ്ങനെയാണ്. മാതാവ് എന്ത് ചെയ്യുന്നു? ഒരല്പം ഇങ്ങനെ മാറ്റി എന്നിട്ട് പറയുന്നു ദൈവമാതാവാണെന്ന് ഞങ്ങളും അംഗീകരിക്കുന്നുണ്ട്. അപ്പൊ അവരോട് ചോദിക്കേണ്ടതാണ്, പറയും പ്രസവിച്ചത് ദൈവമാണ്, ദൈവത്തെ പ്രസവിച്ചു എന്ന്. ദൈവത്തെ പ്രസവിച്ചു ഇത് ലിറ്റർജിയിൽ പ്രൊക്ലൈം ചെയ്യുന്ന നമ്മളാണ്. അതുകൊണ്ടാണ് പറയുന്നത് ദൈവ പ്രസവിത്രീ കന്യകമറിയാമേ ഉയർന്നോയാമേ സുഖപരിമളരൂപം. സത്യവിശ്വാസമാണ്. അത് മറിയത്തെ പുകഴ്ത്തലിനേക്കാൾ ഉപരിയായിട്ട് നമ്മുടെ സത്യവിശ്വാസത്തെ പ്രഖ്യാപിക്കുന്നതാണ്. മറിയത്തെ പുകഴ്ത്തുന്നുണ്ട്. കാരണം കണ്ടാൽ മുതൽ സകല തലമുറകളും എന്നെ ഭാഗ്യവതി എന്ന് വാഴ്ത്തും. അപ്പൊ അതുകൊണ്ടാണ് നമ്മൾ വാഴ്ത്തുന്നത്. അത് ആരുടെ പ്രോഫസിയാണ്? പരിശുദ്ധ കന്യക പ്രവചിക്കുകയാണ്. ഇത് മുതൽ സകല തലമുറകളും എന്നെ ഭാഗ്യവതി എന്ന് വാഴ്ത്തും. അതുകൊണ്ട് സഭ ഭാഗ്യവതി എന്ന് വാഴ്ത്തുന്നു. ആ വാഴ്ത്തുന്നതിനേക്കാൾ ഉപരിയായിട്ട് ആ സ്റ്റേറ്റ്മെന്റ് ഒരു വിശ്വാസത്തിന്റെ പ്രഖ്യാപനമാണ്. ദൈവ പ്രസവിത്രിയാണ്.
ദൈവത്തിൻ ജനനി മാറിയാമേ. അതേസമയം ഓർത്തഡോക്സ് വിഭാഗത്തിന്റെ സെയിം ഗീതം അവര് പാടുന്ന ദൈവത്തെ പെറ്റൊരു മാതാവേ. സാധാരണക്കാർക്ക് കുറെ കൂടെ മനസ്സിലാകും, കാരണം ദൈവത്തെ പെറ്റിരിക്കുന്നു. പ്രൊവോക്കിംഗ് സ്റ്റേറ്റ്മെന്റ്, നമ്മളെ പ്രകോപിപ്പിക്കുകയാണ്. അപ്പൊ ഇതിനെ അടച്ചു വെക്കുവാനാണ് ആളുകൾ ശ്രദ്ധിക്കുന്നത്. പക്ഷെ നമ്മുടെ പിതാക്കന്മാർ ഇതിനെ ഉയർത്തുകയാണ്. അതുകൊണ്ടാണ് സേവറിയസ് പാത്രീസ് ബാവ മറിയം ദൈവമാതാവാണെന്ന് എല്ലായ്പ്പോഴും പ്രസംഗിച്ചു, എല്ലായിടത്തും പ്രസംഗിച്ചു. കാരണം ദാറ്റ് ഈസ് അവർ മെസ്സേജ്, ദാറ്റ് ഈസ് അവർ പ്രൊക്ലമേഷൻ, അതാണ് നമ്മുടെ ഏറ്റുപറച്ചിൽ, ദാറ്റ് ഈസ് അവർ കൺഫെഷൻ, അതാണ് നമ്മുടെ വിശ്വാസത്തിന്റെ അടിസ്ഥാന രേഖ. മറിയം സംശയം കൂടാതെ ഏനിയുണ്ടാവും. അതെല്ലാ വേദികളിലും പ്രസംഗിച്ചു. ആര് പ്രസംഗിച്ചു? സത്യവിശ്വാസമാണ്, അതാണ് പ്രസംഗിക്കേണ്ടത്. ഇന്ന് പ്രസംഗിക്കുന്നത് ഇത് നിങ്ങൾ കേൾക്കുന്ന സുവിശേഷ പ്രസംഗം എന്ന് പറഞ്ഞ് കേൾക്കുന്നതിനകത്ത് എവിടെയെങ്കിലും ആരെങ്കിലും മറിയം ദൈവമാതാവാണ് പ്രസംഗിക്കുന്നുണ്ടോ? ഉണ്ടോ? മറിയം ദൈവമാതാവാണെന്ന് പ്രസംഗിക്കുന്നതാണ് സത്യവിശ്വാസം. മറിയം ദൈവമാതാവാണെന്ന് പ്രസംഗിക്കുമ്പോഴാണ് പ്രകോപനമുണ്ടാകുന്നത്, അന്ധകാരങ്ങൾ നീങ്ങിപ്പോകുന്നത്. അപ്പൊ മറിയത്തോട്, സ്ത്രീയോട് ആർക്ക് ശത്രുതയുണ്ട്? സ്വർപ്പത്തിന് ശത്രുതയുണ്ട്. സ്ത്രീക്കും സ്വർപ്പത്തിനും തമ്മിൽ ശത്രുതയുണ്ട്. അത് സ്വർപ്പത്തിന്റെ സന്തതികൾ എപ്പോഴും എന്ത് ചെയ്യും? ഈ മെസ്സേജിനെ ഒപ്പോസ് ചെയ്തുകൊണ്ടിരിക്കുന്നു. അപ്പൊ അവിടെ ഞാൻ പറഞ്ഞു പോകുന്നത്, ഈ നെസ്തോറിയന്റെ വിശ്വാസം തന്നെ വേറൊരു രൂപത്തിൽ വന്നു വീണ്ടും സഭയിൽ കലഹമുണ്ടായപ്പോൾ ഏറ്റവും കൂടുതൽ ഉപദ്രവം അനുഭവിച്ചതും പീഡ അനുഭവിച്ചതും കഷ്ടം അനുഭവിച്ചതും ഈ സത്യവിശ്വാസത്തെ ഹോൾഡ് ചെയ്ത പിതാക്കന്മാരാണ്. സേവറിയസ് പാത്രീസ്വാവയാണ് അന്ത്യോക്യയിൽ അന്ന്. അന്ത്യോക്യയിലെ പാത്രീസ് ആയിരുന്ന സേവോറിസിനെതിരായി രാജാവിന്റെ കൂടെ സഹായത്തോടുകൂടെ ഒത്തയാശയോടുകൂടെ ഗൂഢാലോചനകൾ നടന്നു. ആ ഗൂഢാലോചനകളുടെ ഒടുവിൽ അദ്ദേഹത്തിന്റെ നാക്ക് മുറിച്ചു കളയുവാൻ തീരുമാനിച്ചു. ഈ തീരുമാനം അദ്ദേഹത്തെ അറിയിച്ചപ്പോൾ അദ്ദേഹം ഈജിപ്തിലേക്ക് ഓടിപ്പോയി. 20 വർഷം ഈജിപ്തിൽ പ്രവാസത്തിൽ കഴിഞ്ഞ് അവിടെ കാലം ചെയ്തു. എത്രയോ പിതാക്കന്മാർ, പേരറിയാത്ത എത്രയോ സഹോദരന്മാർ, എത്രയോ കുഞ്ഞുങ്ങൾ ഈ സത്യവിശ്വാസത്തിന് വേണ്ടി കൊല്ലപ്പെടുന്നു. ഈ സത്യവിശ്വാസത്തിന് വേണ്ടി അവരുടെ ജന്മഗേഹം ഉപേക്ഷിച്ചു. അവരുടെ മാതൃ ഭൂമി വിടേണ്ടി വന്നു. എത്രയെത്ര നഷ്ടങ്ങൾ അവർക്കുണ്ടായി, സാമ്പത്തികമായ നഷ്ടം. അത് എബ്രായ ലേഖനത്തിൽ നിങ്ങൾക്ക് കാണാം. സ്വർഗത്തിൽ നിങ്ങൾക്ക് നിലനിൽക്കുന്ന ഉത്തമ സമ്പത്തുണ്ട് എന്ന് അറിഞ്ഞിട്ട് സമ്പത്തുക്കളുടെ അപഹാരത്തെ പോലും നിങ്ങൾ സന്തോഷത്തോടെ സഹിച്ചു. എന്തുകൊണ്ടാണ്? സത്യവിശ്വാസത്തെ ഓർക്കുമ്പോൾ സമ്പത്തുക്കളുടെ അപഹാരം സാരമില്ല എന്നെണ്ണി സ്വന്തം വീട് വിട്ട് നാട് വിട്ട് ഓടിപ്പോകേണ്ടി വന്നു. ഉപദ്രവിക്കപ്പെട്ടവരും കൊല്ലപ്പെട്ടവരും ഈ പിതാക്കന്മാരും മുഴുവൻ കൊല്ലപ്പെട്ട ഏത് വിശ്വാസത്തിന്? മറിയം ദൈവമാതാവാണെന്നുള്ള ആ പ്രഖ്യാപനത്തിന് അല്പം ഒരു ഇളവ് വെച്ചിരുന്നെങ്കിൽ, മറിയം ദൈവമാതാവാണെന്നുള്ള ആ ഒരു സ്റ്റേറ്റ്മെന്റിൽ ഒരല്പം കോംപ്രമൈസ് ചെയ്യുവാൻ തയ്യാറായിരുന്നെങ്കിൽ അന്ത്യോക്യൻ പാത്രീസായി തന്നെ അവിടെ അന്ത്യോക്യൻ വിരാജിക്കാമായിരുന്നു. സേവറിയസ് പാത്രീസ് എന്താണ് അവരുടെ ഫോർമുല വെച്ച് അവരും ദൈവമാതാവാണെന്ന് സമ്മതിക്കും. കൈൻഡ് ഓഫ് എന്റെ പെർഫെക്റ്റ് സെൻസിൽ നമ്മൾ വിശ്വസിക്കുന്നതല്ലെന്നുള്ളൂ. പക്ഷെ പുറത്തു പറയുമ്പോൾ തമ്മിൽ വ്യത്യാസം അറിയത്തില്ല. സ്വർണം വേണമെന്നില്ലല്ലോ, മുക്കുവണ്ണം 1 ഗ്രാമിൽ മുക്കി തന്നത് ആരറിയുന്നത്? കുറച്ചു നോക്കുമോ? കല്യാണത്തിന് പോകുമ്പോ എനിക്കൊരു മാലയൊക്കെ ഇട്ട് പോകുന്നു. ആരായാലും സ്വർണ്ണമാണോ? ആരാണ് കുറച്ചു നോക്കുന്നത്? പക്ഷെ ഇട്ടിരിക്കുന്ന ഞങ്ങൾക്കറിയാം, ഇത് 10 പവന്റെ സാധനം അല്ല, 1 ഗ്രാമിലോട്. അപ്പൊ നമുക്കുള്ള കോൺഫിഡൻസ് പോയി. നമുക്ക് അതുപോലെ തന്നെ. അതുകൊണ്ടാണ് സേവറിയസ് പാത്രീസ് ഈ മുക്കുവണ്ണം വേണ്ട, പൊന്ന് മതി, പൊന്ന് പിടിച്ചുകൊണ്ട് പോയി എവിടെ? ഈജിപ്തിലേക്ക്. നഷ്ടങ്ങളാണ്. അദ്ദേഹത്തിന്റെ ജീവിതം നിങ്ങൾ പഠിക്കും. എന്തുമാത്രം ത്യാഗമാണ് സഹിച്ചത്. പ്രവാസകാലത്ത് അജ്ഞാതവാസം എന്നൊക്കെ പറയുന്നത് പോലെ ആരാലും അറിയപ്പെടാതെ അപ്പൊ ഇത്രയും ത്യാഗങ്ങൾ സഹിച്ച
കൊല്ലപ്പെട്ട ലക്ഷക്കണക്കിന് വിശുദ്ധന്മാർ. അതാണ് നമ്മുടെ ഈ പാടുകൾ. എന്താ? പ്രഥമോടു നിന്നെ പ്രസവിച്ച നിർമ്മല കന്യകയോടു കൂടെ നിൻ സ്തുതി പാടാൻ കർത്താവേ, സഹിതം സ്തുതി പാടണം. വിവേചു പറഞ്ഞ സഹോദരന്മാരും ജ്ഞാനന്മാരും, കൺഫസേഴ്സ് ആൻഡ് മാർട്ടിയേഴ്സ്. ജ്ഞാനം എന്ന് പറഞ്ഞാൽ കൺഫസറാണ്. ആരാണ്? എന്താണ് കൺഫസ് ചെയ്യുന്നത്? എന്ത് കൺഫസ് ചെയ്തവരെയാണ് മൗദ്യാനം വിളിക്കുന്നത്? മറിയം സംശയം കൂടാതെ ദൈവമാതാവാന്നാണ് കൺഫസ് ചെയ്തത്. അത് കൺഫസ് ചെയ്ത് കൊല്ലപ്പെട്ടവരാണ് ആര്? സഹോദരന്മാർ. മൗദ്യാനാണ് ആരായി മാറുന്നത്? സഹതയായി മാറുന്നത്. മൗദ്യാനിന് പ്രൊമോഷൻ കിട്ടുന്നതിന്റെ പേരാണ് DYSP SP ആണെന്ന്. അത് ഭൂമിയാണ് സഹതയാണ് പറയുന്നത്. വിശ്വാസം പറയുന്നവരല്ലേ കൊല്ലപ്പെടുന്നു. അപ്പൊ മൗദ്യാനന്മാരും സഹതന്മാരും എന്ത് പറഞ്ഞു? മറിയം സംശയം കൂടാതെ ദൈവമാതാവാണ്. അപ്പം ഇന്നത്തെ യാക്കോബായക്കാർ 21-ാം നൂറ്റാണ്ടിൽ ഇന്ന് യാതൊരു ലജ്ജയും കൂടാതെ പാടും. എന്താണ്? നിന്നെ ഏറ്റു പറഞ്ഞ ആ സഹോദരന്മാരുടെയും മൗദ്യാനന്മാരുടെയും കൂടെയാണ് ഞങ്ങൾ ചെയ്യുന്നത്. ഞങ്ങൾ സ്തുതി പാടുന്നത്. നീ പാടുന്ന സ്തുതി എന്താണ്? തീ പോലെ ഇറങ്ങണമേ, അധികമായി വരണമേ. ആരുടെ കൂടെയാണ് നീ പാടുന്നത്? സഹോദരന്മാരുടെയും മൗദ്യാനന്മാരുടെയും കൂടെ നിന്ന് പാടാൻ പറ്റിയ പാട്ടാ. സഹോദരന്മാരുടെയും മൗദ്യാനന്മാരുടെയും ഒപ്പം പാടാൻ പറ്റിയ പാട്ടല്ല നീ പ്ലേ ചെയ്തുകൊണ്ടിരിക്കുന്നത്. എന്റെ കാറിൽ ഇരിക്കുന്ന CD-യോ USB-യോ ASP-യോ എന്ത് സാധനങ്ങൾ എടുത്ത് പള്ളക്കളയണം. നിനക്ക് സത്യവിശ്വാസം ആവശ്യമാണെങ്കിൽ. എഫേസോസിൽ വിശ്വാസത്തിലേക്ക് വന്നവർ അവരുടെ മന്ത്രവാദ ഗ്രന്ഥങ്ങൾ 50,000 വെള്ളിക്കാശ് വരെയുള്ളത് കത്തിച്ചു കളഞ്ഞെന്നാവും. എത്ര വെള്ളിക്കാശ? യേശുവിന് വില എത്രയായിരുന്നു? അപ്പൊ മനസ്സിലായി ഇത് മാത്രം വിലയാണ്. യേശുവിനെ വിറ്റിട്ട് എന്താ കിട്ടുള്ളൂ? 30 വെള്ളിക്കാശ് ഇവിടേക്ക് കിട്ടുള്ളൂ. അപ്പൊ വിശ്വാസത്തിൽ നിന്നവൻ 50,000 വെള്ളിക്കാശിന്റെ സാധനം എന്ത് കത്തിച്ചു. അപ്പൊ നാശകരമായ പെന്തക്കോസ്ത് മതഗ്രന്ഥങ്ങൾ നിങ്ങളുടെ ഭവനങ്ങളിൽ ഉണ്ടെങ്കിൽ കത്തിക്കണം. സിയോൻ ഗീതാവലി, സാമാന്യ ഗീതം, ഇങ്ങനെയുള്ള സുറിയാനി സഭയുടെ പിതാക്കന്മാരുടെ സത്യവിശ്വാസ പ്രബോധനത്തിന് വിരുദ്ധമായതും ഇതരമായതുമായ സകല അക്ഷരങ്ങളും വഹിക്കുന്ന മലിന ഗ്രന്ഥങ്ങളെ കത്തിക്കുവാൻ നിനക്ക് തയ്യാറുണ്ടെങ്കിൽ, ധൈര്യമുണ്ടെങ്കിൽ മാത്രമേ നിന്നെ ഞാൻ സുറിയാനിക്കാരിൽ നിന്ന് വിളിക്കൂ. അല്ലെങ്കിൽ ഞാൻ ഒറ്റയ്ക്ക് നിൽക്കും. ഇവിടെ ആരാണ്? സഹോദരന്മാരും മൗദ്യാനന്മാരും എന്റെ ഒപ്പം നിൽക്കും. നിങ്ങൾക്ക് പാടാം. സഹോദരന്മാരുടെയും മൗദ്യാനന്മാരുടെയും കൂടെയാണ് നീ സ്തുതി പാടുന്നത്. കഴിഞ്ഞ ആഴ്ച ഞാൻ കണ്ടതാണ്. പാടുന്നത് മുഴുവൻ പെന്തക്കോസ്റ്റൽ പാട്ടുകളാണ്. ആ പാട്ടുകളുടെ ആശയങ്ങളെ നമ്മൾ അരിച്ചെടുത്ത് പരിശോധിച്ചാൽ സുറിയാനി സഭയുടെ പിതാക്കന്മാർ രക്തം നൽകി ഉറപ്പിച്ച സത്യവിശ്വാസത്തിന് ഇതരമായതും വിരുദ്ധമായതുമായ ഉപദേശങ്ങളാണ് പാടിക്കൊണ്ടിരിക്കുന്നത്. എന്നിട്ടും പിന്നെയും പറയാണ് ഞങ്ങൾ നിൽക്കുന്ന ആളുകളെയാണ് സഹോദരന്മാരുടെ മൗദ്യാനമാണ്. അവര് നിങ്ങളോട് നിൽക്കുന്നത് കാരണം അവർ സത്യവിശ്വാസത്തിന് വേണ്ടി ജീവൻ കൊടുത്തവരാണ്. അവരെ കൂട്ടുപിടിച്ചിട്ട് ഈ ഭാഷണ്ടത് പാടരുത്. മറിയം സംശയം കൂടാതെ ദൈവമാതാവാണ്. മറിയം പ്രസവിച്ചത് ആരെയാണ്? ദൈവത്തെ. മറിയം ദൈവത്തെയാണ് പ്രസവിച്ചതെന്ന് ഏറ്റു പറയുന്ന അവിടെയാണ് പറഞ്ഞത്. അത് 1 person 1 nature. 1 person 1 nature. 2 person അല്ല 2 nature. മറിയം പ്രസവിച്ചതൊരു മനുഷ്യനെയാണ്, മനുഷ്യ യേശുവിനെയാണ്. പിന്നീട് അവൻ ക്രിസ്തേശുവായി മാറിയെന്നാണ് ആര് പറഞ്ഞത്? അതിനെ
ഒന്നുകൂടെ പോളിഷ് ചെയ്തിട്ട് ഡിയർ ഫൈസ് വിശുദ്ധ പറഞ്ഞു, വൺ പേഴ്സൺ ടു നേച്ചർ, മേരി ഈസ് ദ മദർ ഓഫ് ഹ്യൂമൻ നേച്ചർ. ഒരു വ്യക്തിയാണ്, ആ വ്യക്തിക്ക് രണ്ട് സ്വഭാവമാണ്. പക്ഷെ ആ മനുഷ്യ സ്വഭാവത്തിന്റെ അമ്മ മാത്രമാണ് ആര്? നമ്മുടെ പിതാക്കന്മാർ പറഞ്ഞു, രണ്ട് സ്വഭാവം, രണ്ടിൽ നിന്ന് വന്ന ഒരു സ്വഭാവത്തോടുകൂടി ശിശുവിനെയാണ് ശ്രമിച്ചത്. ഒരു അപ്പനും അമ്മയ്ക്കും ചേർന്ന് ഒരു കുഞ്ഞുണ്ടാകുമ്പോൾ ആ കുഞ്ഞിന് ആരുടെ സ്വഭാവമുണ്ട്? അപ്പന്റെ സ്വഭാവമുണ്ട്, അമ്മയുടെ സ്വഭാവമുണ്ട്. അപ്പൊ അതിനെ വേർതിരിക്കാൻ പറ്റുമോ? ആ കുഞ്ഞിന്റെ ഇപ്പൊ അപ്പന്റെ സ്വഭാവം, ഇപ്പൊ അമ്മയുടെ സ്വഭാവം. വി കാനോട്ട് ഡിഫറൻസ്. അതാണ് ഇരുസ്വഭാവവാദം എന്ന് പറയുന്നത്. അങ്ങനെ ഇരുസ്വഭാവവാദം എന്ന് പറഞ്ഞാൽ തമ്മിൽ കലരാതെ നിൽക്കുകയാണ്. എണ്ണയും വെള്ളവും പോലെ, മനസ്സിലായോ? എണ്ണയും വെള്ളവും പോലെ നിൽക്കുന്നത്, അതാണ് ഡിയോഫേസിറ്റിസം. യേശുക്രിസ്തുവിലെ പിതാവിന്റെ സ്വഭാവവും മാതാവിന്റെ സ്വഭാവവും അങ്ങനെ കലരാതെ ഇങ്ങനെ രണ്ടായിട്ട് നിൽക്കുന്നു. നമ്മുടെ പിതാക്കന്മാർ പറഞ്ഞ അങ്ങനെയല്ല, അത് വീഞ്ഞും വെള്ളവും പോലെ ദൈവത്വവും മനുഷ്യത്വവും എങ്ങനെ നിൽക്കുന്നു? വീഞ്ഞും വെള്ളവും. മനോഹരമായി ജയിച്ചു. അതുകൊണ്ടാണ് വിശുദ്ധ കുർബാനയിൽ വീഞ്ഞും വെള്ളവും മിതമായി കലർത്തിയ കാസായി പറഞ്ഞ ഓരോ സന്ദർഭത്തിലും മറിയം ദൈവമാതാവാണെന്നുള്ളത് നേരിട്ടും പരോക്ഷമായും പ്രത്യക്ഷമായും എല്ലാം ആവർത്തിച്ചേറ്റു പറയുകയാണ്. അത് ചലനങ്ങളിലൂടെ ആകാം, അത് പ്രാർത്ഥനകളിലൂടെ ആകാം, ഗീതങ്ങളിലൂടെ ആകാം. എന്തിന്? വിശുദ്ധ കുർബാനയിൽ ഉപയോഗിക്കുന്ന ആ പാനപാത്രത്തിന്റെ ഉള്ളിലെ വിശുദ്ധ ദ്രാവകത്തിൽ പോലും പരാമർശിക്കുമ്പോൾ ആ പരാമർശത്തിൽ പോലും സത്യവിശ്വാസം സ്മരിക്കണമെന്ന് പിതാക്കന്മാർക്ക് നിർബന്ധമുണ്ടായിരുന്നു. അതുകൊണ്ടാണ് അവിടെ എഴുതി വെച്ചിരിക്കുന്നത് എങ്ങനെ വീഞ്ഞും വെള്ളവും വീഞ്ഞും വെള്ളവും മിതമായി കലർത്തിയിരിക്കുന്ന ആസാസം. ദൈവത്വവും മനുഷ്യത്വവും എങ്ങനെ സമഞ്ജസമായി യേശു എന്ന വ്യക്തിയിൽ ലയിച്ചു നിന്നു എന്ന് വിശ്വാസമാണ്. ആ യേശുവിനെയാണ് ആര് പ്രസവിച്ചത്? അതാണ് അറിയുന്നതിന്റെ യോലതലോഹോ എന്ന് സുറിയാനി പറയുന്നതാണ്. ദൈവമാതാവായ മഹാഭാഗ്യവതിയായ നിത്യകന്യകയായ ദൈവമാതാവ്. ഇതാണ് നമ്മുടെ വിശ്വാസത്തിന്റെ അടിസ്ഥാനം. അല്ലാത്തതൊക്കെ മറ്റു ആളുകളുടെയാണ്. സുറിയാനി സഭയുടെ വിശ്വാസം ഒറ്റ വാക്കിൽ പറയാൻ പറഞ്ഞാൽ എന്ത് പറയാം? സുറിയാനി സഭയുടെ വിശ്വാസം ഒറ്റ വാക്കിൽ പറഞ്ഞാൽ എന്ത് പറയാം? അറിയും ദൈവമാതാവാണ്. ഒറ്റ അടിവരെ മതി. അതിനകത്ത് എല്ലാം ഉണ്ട്. എല്ലാ വിശ്വാസവും ആ ഒരു സിംഗിൾ സ്റ്റേറ്റ്മെന്റ് ടാഗിലൈൻ ഇതിനെ മനസ്സിലാക്കിയ പരിശുദ്ധ പിതാവാണ് അന്ത്യോക്യയുടെ സേവകേസ് മാതൃകേസ്ലാവ്. ഞാനിത് ഇദ്ദേഹത്തെ സംബന്ധിച്ച് വായിക്കുമ്പോൾ ഈ തുബദേനിലെ ആ ഒരു പരാമർശം എത്രമാത്രം പരിശുദ്ധാത്മാവിനെ പ്രേരിപ്പിക്കപ്പെട്ട ആളുകളായിരിക്കും ഇതൊക്കെ എഴുതിയത്. ഇത്രമാത്രം സൂക്ഷ്മമായ ഈ സങ്കീർണമായ വിഷയങ്ങളെ ഗ്രഹിച്ചിട്ട് അതിനെ ലളിതമായി വളരെ ചെറിയൊരു വാചകത്തിൽ എഴുതിയിരിക്കുന്നു. മറിയം സംശയം കൂടാതെ ദൈവമാതാവാണ്. അതിനകത്ത് എല്ലാ സംഗതികളും ഉൾപ്പെട്ടിരിക്കും. മനസ്സിലായത്? അപ്പൊ പറയുന്നത് ബൈബിൾ ആവുന്നത് ഭയങ്കര പ്രധാനപ്പെട്ടതാണ്. ബൈബിൾ പ്രധാനപ്പെട്ടത്. അപ്പൊ ബൈബിൾ ആണ് നമ്മുടെ വിശ്വാസത്തിന്റെ അടിസ്ഥാനം. ബൈബിളാണ് നമ്മുടെ വിശ്വാസത്തിന്റെ ആധാരം. ബൈബിളാണ് നമ്മുടെ വിശ്വാസത്തിന്റെ ഉള്ളടക്കം. ബൈബിളാണ് നമ്മുടെ വിശ്വാസത്തിന്റെ കേന്ദ്രം. ഇന്നലെ കുറെ പേര് പറയുന്നത് ബൈബിളാണ്. ബൈബിളിന് പ്രാധാന്യം എന്താ? ബൈബിളിന് പ്രാധാന്യമുണ്ട്. ബൈബിൾ പ്രധാനപ്പെട്ടതാണ്. നമ്മുടെ കർത്താവ് വിശ്വസിക്കാരുടെ വിശുദ്ധ ഏവെങ്കിലും ഇതിനകത്തുള്ളത് ബൈബിളിനകത്തുള്ളതൊക്കെ ഉണ്ട്. അത് ഞാനൊരു ഉദാഹരണം പറയുന്നത്, തേങ്ങയുള്ളത്. തേങ്ങ വളരെ നല്ലതാണ് ആരോഗ്യത്തിന്. ഉദാഹരണം മാത്രമല്ല, ലിറ്ററലി ഒരു കാലത്ത് വെളിച്ചെണ്ണ ഹൃദയരോഗം ഉണ്ടാക്കുന്നതൊക്കെ പറഞ്ഞ് പാമോയിൽ നമ്മളെ കുടിപ്പിച്ചു. ഇന്ന് പാശ്ചാത്യം അമേരിക്കയിലൊക്കെ എല്ലാ കടകളിലും ഏറ്റവും സ്പെഷ്യലായിട്ട് വെച്ചിരിക്കുന്നത് തേങ്ങയുടെ പ്രോഡക്ട്സ് ആണ്. വെളിച്ചെണ്ണ വെച്ചിരിക്കുന്നതാണ്. ഞാൻ വിലയാറിയോ സായന്മാരൊക്കെ വെളിച്ചെണ്ണ പിടിച്ചിട്ടുമ്പോൾ. അതുപോലെ മഞ്ഞൾ, മെഡിക്കൽ കടകളിലെ മഞ്ഞളാണ്.
അവിടെ ഒരുത്തരം ഇരിക്കുന്നു മഞ്ഞളിന്റെ മഞ്ഞക്കളർ മാറ്റി വെള്ള മഞ്ഞൾ കൂടി ഇറക്കി കളറൊന്നും പ്രശ്നമാണെങ്കിൽ അപ്പൊ വലിയ വിലക്കാണ് നിങ്ങൾക്ക് ഇമാജിൻ ചെയ്യാൻ പറ്റാത്ത വിലക്കുകയും കിട്ടും. അപ്പൊ ഒരു മറാമി അവിടെ മഞ്ഞൾ നിൽക്കാൻ നിൽക്കണം. മറാമി എന്നെ വിളിച്ചു വളരെ നല്ല സാധനം ഞാൻ ഇത് ചെറുപ്പത്തെ അനുകരിക്കുന്നുണ്ട്. സുവിശേഷമാണ് മനസ്സിലായില്ലേ? നിങ്ങൾക്കത് പറയേ സഹോദരൻ രക്ഷിക്കപ്പെട്ടതാണ്. ഞാൻ ചെറുപ്പം തൊട്ട് മഞ്ഞൾ അടിച്ചോണ്ടിരിക്കുന്നത്. ചെറുപ്പം തൊട്ട് മഞ്ഞൾ കഴിച്ചോണ്ടിരിക്കുന്നത് എന്നോടാണ്. മനസ്സിലായില്ലേ? എന്നോടാണ് മതാവ് പറയുന്നത് സാധനമാണ്. നമുക്കറിയാമല്ലോ അല്ലേ? അപ്പൊ നിങ്ങൾ അതിന്റെ മഞ്ഞൾ തിന്നു. ഞാൻ മഞ്ഞൾ തിന്നിട്ടില്ല. പക്ഷെ എന്റെ അമ്മ ഉണ്ടാക്കുന്ന കലക്കാത്തല്ലാന്നുണ്ടായിരുന്നു. മഞ്ഞളിന്റെ ഗുണം നമുക്ക് കിട്ടിയിട്ടുള്ളൂ. തേങ്ങ അതുപോലെയാണ്. തേങ്ങ കൊച്ചുങ്ങൾക്ക് നല്ലതാന്ന് പറയുന്നത്. കൊച്ചുങ്ങൾക്കാരും തേങ്ങ കൊടുക്കുന്നില്ല. പക്ഷെ ആ വീട്ടിലുണ്ടാക്കുന്ന രാവിലെ പുഴുക്കും അതിനകത്തുണ്ട്. ദോശയ്ക്ക് ചമ്മന്തി അരയ്ക്കും അതിനകത്ത് തേങ്ങയുണ്ട്. ഉച്ചയ്ക്ക് കറി അരയ്ക്കുമ്പോ മറക്കാൻ സാധിക്കും തീരെയിട്ടാൽ ഊക്കി ചേർത്താൽ ഇതിനകത്തല്ല ഉണ്ട്. ഈ പലഹാരം ഉണ്ടാക്കുമ്പോൾ അതിനകത്ത് തേങ്ങയാണ്. പാല് പിഴിഞ്ഞ് മപ്പാസ് വെച്ചാൽ അതിനകത്ത് തേങ്ങ കിട്ടും. ഈ പായസം വെച്ചാലും തേങ്ങ വരുന്നു. തേങ്ങ വരുന്നുണ്ടോ? അപ്പൊ ഒരു വീട്ടിൽ വന്ന് താമസിച്ച ഒരാൾ പുറത്തേക്ക് വന്ന് താമസിച്ചു. ഒരാഴ്ച ഭക്ഷണം കഴിച്ച് 3 വഴിക്ക് എനിക്ക് തേങ്ങയൊന്നും വിൽക്കേണ്ടി. തേങ്ങയുടെ അംശമല്ലേ ഇതിനകത്ത് നമ്മൾ വെച്ചിരുന്നത്. പറഞ്ഞു മനസ്സിലായോ? അപ്പൊ ബൈബിള് എന്ന് പറയുമ്പോ ബൈബിളിലെ വാക്യങ്ങളും അതിന്റെ ആത്മീക അംശങ്ങളും മുഴുവൻ എന്ത് ചെയ്യുന്നുണ്ട്? ഈ ലിറ്റർജിയിലൂടെ ഇങ്ങനെ എന്ത് ചെയ്യുന്നുണ്ട്? നീ പോലും അറിയാതെ നെഞ്ചിലേക്ക് വന്നോണ്ടിരിക്കുക. അതുകൊണ്ട് നീ പ്രത്യേകിച്ച് ഈ ബൈബിൾ എടുത്ത് വെച്ചിരുന്ന് വായിക്കുകയും വ്യാഖ്യാനിക്കും ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല. താഴെ ഉണ്ടാവും. ആവശ്യമുള്ളത് നീ തേങ്ങ എടുത്ത് തലക്കെട്ടടിച്ചായിരിക്കും. തേങ്ങ എടുത്ത് തലക്കെട്ടടിച്ചായിരിക്കും ഇരിക്കും. അപ്പൊ ഒരു നല്ല കുടുംബത്തിന്റെ അവിടെയുള്ള ഗ്രഹനാഥനും മക്കൾക്കും എല്ലാം എന്തുണ്ട്? സമീകൃത ആഹാരം ആ മാതാവ് ഒരുക്കി വരുന്നതിനകത്ത് തേങ്ങ ഉണ്ട്, തേങ്ങ പീരിയുണ്ട്, തേങ്ങ വറുത്തരച്ചുണ്ട്, തേങ്ങ കുത്തിയിട്ടുണ്ട്, തേങ്ങ പാല് പിഴിഞ്ഞുണ്ട്. ഈ തേങ്ങ ഇങ്ങനെ നമ്മുടെ അകത്ത് വന്നുകൊണ്ടിരിക്കുകയാണ്. അല്ല നിങ്ങൾ തേങ്ങ വരെ പോയി പിള്ളേരും അപ്പനോട് തേങ്ങ എടുത്ത് തേങ്ങ തന്നെ തേങ്ങ വെച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും എറിഞ്ഞോണ്ടിരുന്ന എന്തായി തിരിച്ചെത്തി കുറെ പേര് ആശുപത്രിയിലാണ്. അതാണ് ക്രിസ്ത്യയിലൊന്നും സംഭവിച്ചത്. ബൈബിൾ വെച്ച് അടിക്കോട്ടല്ല. അപ്പൊ ബൈബിളിനെ നിങ്ങൾ തേങ്ങയായിട്ട് താരതമ്യപ്പെടുത്തിയാണ് സുറിയാനി സഭയാകുന്ന മാതാവ് ആ തേങ്ങ ഉപയോഗിച്ച് ഒരുപാട് പലഹാരങ്ങളും ഭക്ഷണങ്ങളും കറിക്കൂട്ടുകളും ഒക്കെ നമുക്ക് ഉണ്ടാക്കി തന്നിട്ടുണ്ട്. സഭയുടെ പെരുന്നാളുകളിലും ഉദാശകളിലും ഒക്കെ കൃത്യമായിട്ട് പങ്കെടുക്കുമ്പോ ഒരു മനുഷ്യന്റെ ജീവിതത്തിൽ ആവശ്യമായതിനേക്കാൾ ഉപരിയായിട്ട് ഈ ബൈബിൾ വിറ്റമിൻസ്, ബൈബിളിക്കൽ മിനറൽസ്, പ്രോട്ടീൻസ്, കാർബോഹൈഡ്രേറ്റ്സ് എന്തൊക്കെ വേണ്ടത് അതെല്ലാം നിനക്ക് എന്താ കിട്ടുന്നുണ്ട്, നിന്നിലേക്ക് വന്നു ചേരുന്നുണ്ട്. അതിനുദ്ദേശിച്ച് നീ തേങ്ങാപ്പര പോകണ്ട. ചിലപ്പോ മാമ്പും കഴിക്കാൻ സാധിക്കും. തേങ്ങാപ്പരനൊക്കെ ചിലപ്പോ എനിക്കൊക്കെ അറിയാം. അവിടെ സൂക്ഷിക്കണം. അപ്പൊ നമ്മൾ തേങ്ങ വെച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും ഏതാണ് നടത്തുന്നത്. എന്നിട്ട് ഈ സത്യവിശ്വാസത്തിൽ ഇന്ന് കഴിച്ചിരിക്കുന്ന യാത്രക്കാരനെ വിളിച്ചപ്പോൾ സഹോദര വൈകിട്ട് ഒരു കൂട്ടാനുണ്ട്, തേങ്ങ വെച്ച അടിയുണ്ട്, ഇന്ന് തലക്കെട്ടടി വചനം വെച്ച് തേങ്ങ കൊണ്ട് തലക്കെട്ടടിക്കാൻ പള്ളികളിലെല്ലാം സന്ധ്യ ആകുമ്പോ 12 പള്ളിയിൽ 8 ഞാൻ അതിലേക്ക് വന്നതാണ്. എന്നെ അത്ഭുതപ്പെടുത്തിയ കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സുധാര നമസ്കാരം കഴിഞ്ഞപ്പോഴും സുൽത്താന നമസ്കാരം ശൈന നമസ്കാരം ഇതിനെക്കൂടെ ഓർമ്മയുണ്ട്. സുറിയാനിക്കാരന്റെ സ്പിരിച്വാലിറ്റി സുൽത്താന നമസ്കാരം കഴിഞ്ഞ് എക്സ്ട്രാ ഉണർത്തുക പാരനായിട്ട് വേവരുന്നു. എന്നിട്ട് ഭയങ്കര പ്രസംഗം. എന്താണ് ആശയം? ഞാൻ ബന്ധക്കോസിൽ 25 കൊല്ലം നടന്നതാണ്. ഒത്തിരി നേരം നിൽക്കേണ്ട കാര്യമില്ല. അഞ്ച് ബന്ധം തുടങ്ങിയാൽ എല്ലാം പിടിച്ചേക്കോ നിങ്ങളെല്ലാം ചെന്നു പോകും. 916 ബന്ധക്കോസ് ഉപദേശം സഭയ്ക്കകത്ത് ബാധിച്ചിരിക്കുന്നു. അതിനകത്ത് യാതൊരു സംശയം. എന്റെ ചെറുപ്പത്തിലൊക്കെ ഞാൻ നോക്ക് കണ്ടിട്ടുണ്ട്. അവിടെ സുൽത്താനസ്കാരം കഴിഞ്ഞാൽ പിന്നെ സൈലൻസ്. അമ്മയുടെ സന്നിധിയിൽ ഇരിക്കാനും ധ്യാനിക്കാനും കരയാനും ദുഃഖങ്ങളും ഭാരങ്ങളും പങ്കുവെക്കാനും സ്വച്ഛമായിട്ടൊന്ന് പ്രാർത്ഥിക്കാൻ പറ്റുന്നത് സമ്മതിക്കണം. അവന്റെ കാലടച്ചുകളെ 50,000 വാഴ്ച തൊട്ടാണ്ട് ചെവികൊണ്ട് അവൻ ഒന്നാമത് പേടിച്ചും ഭയപ്പെട്ട് പലവിധ കഷ്ടങ്ങളിൽ വന്ന് പ്രാർത്ഥിക്കാൻ വേണ്ടി വരുന്ന അവനെ ഉപദ്രവിക്കേണ്ടത്. നമ്മൾ എന്തിനാ ഈ തേങ്ങ ചടിക്കുന്ന ആളുകളുടെ തലയ്ക്കുന്നത്?
തേങ്ങയുടെ അടി കൊണ്ടിട്ട് ബോധരഹിതരായി വീണു, വേർന്ന് തല മുഴ വന്നു. ഈ തേങ്ങ കൊണ്ടുള്ള ഏർ അവസാനിപ്പിക്കുക. സഭയാകുന്ന മാതാവ് ഈ തേങ്ങയുടെ എല്ലാ അംശവും നിനക്ക് വേണമെന്ന് അറിഞ്ഞുകൊണ്ട് അതെല്ലാം ചേർത്തിട്ടുണ്ട്. ഡോണ്ട് വറി, നിങ്ങളൊരു എക്സ്ട്രാ സാധനം എടുക്കാൻ പോകേണ്ട ആവശ്യമില്ല. സഭ അതെല്ലാം പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ഒരു വർഷം സഭയുടെ ലിറ്റർജിക്കൽ കാലണ്ടർ ഫോളോ ചെയ്താൽ നീ നിവർന്നു വരും. സഭയുടെ കലണ്ടർ എന്ന് പറഞ്ഞാൽ അതിനകത്ത് സീസൺസ് മാറി മാറി വരുന്നു. അതിനകത്ത് ഫീസ്റ്റ്സ് ഓഫ് ദ ചർച്ച് ഇതെല്ലാം കൂടെ വന്നു കഴിയുമ്പോ ഒന്ന് സഞ്ചരിച്ചു നോക്ക്. ഒരു വർഷം ഒന്ന് ഒരു സൈക്കിളിൽ കൃത്യമായിട്ട് സഞ്ചരിച്ചാൽ എത്രമാത്രം കരുതലാണ് ഈ സഭ നമുക്ക് തന്നിരിക്കുന്നത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അപ്പൊ ഇത്രമാത്രം ശ്രേഷ്ഠമായ ഒന്നിനെ നമ്മൾ വെച്ചിട്ട് അതിന് പകരം വളരെ ചീപ്പായിട്ടുള്ള പഴയ കാലത്ത് ഞങ്ങളുടെയൊക്കെ നാട്ടിൽ കൂടെ ഈ തമിഴന്മാർ വരും കച്ചവടക്കാരൻ, തമിഴ് കച്ചവടക്കാരൻ. എന്റെ ചെറുപ്പത്തിൽ ഇവന്മാര് വരുന്ന ഈ പ്ലാസ്റ്റിക് പാത്രങ്ങൾ വിൽക്കാനാണ്. അപ്പൊ എന്തുപോലെ എന്തൊക്കെ ചെറുപ്പത്തിൽ ഈ ഫോട്ടോ ഇങ്ങനെയൊക്കെയുള്ള പ്ലാസ്റ്റിക് കൊണ്ടുള്ള സാധനം ഇങ്ങനെ കെട്ടി 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 ഇങ്ങനെ ഭയങ്കര പോകുന്നത്. വലിയ വെയിറ്റ് ഇല്ലല്ലോ പ്ലാസ്റ്റിക്. തല വെച്ചോണ്ട് ഇങ്ങനെ വലിയ സംഭവം. ഈ പെണ്ണുങ്ങളൊക്കെ അല്ലെങ്കിൽ ആണുങ്ങളൊക്കെ പണി പോകും. പെണ്ണുങ്ങളൊക്കെ പെരക്കകത്ത് ഇങ്ങനെ 10 മണിയാകുമ്പോൾ മണിയെല്ലാം കഴിഞ്ഞിരിക്കും. ആ സമയത്ത് ഇവമായിട്ട് വരവ്. ഞങ്ങളെ അണ്ണാച്ചിമാരെന്നാണ് അവരെ വിളിക്കുന്നത്. അണ്ണാച്ചിമാർ ഇങ്ങനെ വരുന്ന സമയത്തേക്ക് ഞങ്ങളുടെ ബുധനാഴ്ച വരും, എല്ലാ ബുധനാഴ്ചയും. അപ്പൊ ഇവർക്ക് ഇങ്ങനെ ഒരു സ്ഥലത്തോട്ട് അപ്പൊ 5-10 വീട്ടിലെ പെണ്ണുങ്ങളെല്ലാം നീല ബക്കറ്റ്, ചോല ബക്കറ്റ്, പച്ച ബക്കറ്റ്, പിന്നെ അതേ ഇത് മഗ് കൊടുക്കും. അപ്പൊ എല്ലാ ബുധനാഴ്ച ഇച്ചിരി പൈസ കൊടുക്കും. അപ്പൊ ഇവർ പറയാം, അമ്മ ഒരു പരിപാടി ഉണ്ട്, പഴയ ഓട്ട് പാത്രം, ആ പാത്രം, ഈ പാത്രം അതൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ എടുക്കുക. അപ്പോഴേക്കും പെണ്ണുങ്ങളോട് നടന്നുള്ള ബക്കറ്റ് ഈ താഴത്തിന്റെ കീഴിൽ അവിടെ ഇരിക്കുന്നൊക്കെ പഴയ കിണ്ണം കഴിഞ്ഞാൽ കഴിച്ച അതിനെ വെച്ചിട്ട് തുപ്പ പോളാം ഇതെല്ലാം പ്രതി ഈ തൂക്കിയതാണ്. എല്ലാം കൊണ്ട് തമിഴിന് ഭയങ്കര അവനെല്ലാം തൂക്കി ഒരു വിലയൊക്കെ ഇട്ട് ഇത് നല്ല ഒന്നാമതൊരു ഓട്ടുപാത്രമൊക്കെ അതെല്ലാം എടുത്ത് അവൻ സഞ്ചിക്കകത്ത് വെച്ചിട്ട് ഇവർക്ക് എന്നാ കൊടുക്കുന്നു. സ്വർഗീയ വിരുന്ന പ്ലാസ്റ്റിക് ബക്കറ്റുമായിട്ട് തുടങ്ങിയിട്ടുണ്ട്. കൃപാസനത്തിന്റെ പ്ലാസ്റ്റിക് ബക്കറ്റ് നീല മെഴുതി, മഞ്ഞ മെഴുതി, ലോൺ മെഴുതി, ആ മെഴുതി, ഈ മെഴുതി അതുകൊണ്ട് പിന്നെ IPC കാരനായിട്ട് പിന്നെ നിങ്ങളൊക്കെ വീട്ടിൽ കാണുന്നു ബക്കറ്റൊക്കെ കാണുന്നു. മുത്തച്ഛന്മാരുടെ കാലം മുതൽ ഉപയോഗിച്ചിരുന്ന നല്ല വിലയുള്ള ഓട്ടുപാത്രമൊക്കെ എന്ത് ചെയ്തു? പോയി. ഞങ്ങളുടെ എന്റെ നാട്ടിൽ എല്ലാം പോയി. മുഴുവൻ വീട്ടിലും പ്ലാസ്റ്റിക് ബക്കറ്റ് കയറി. അപ്പൊ നമ്മൾ ആ പ്ലാസ്റ്റിക് ബക്കറ്റ് വിലയില്ലാത്തതാണ്, നിസ്സാരമാണ് എന്ന് മനസ്സിലാക്കി ആഴമേറിയ ഗൗരവതരമായ ഈ പെന്തക്കോസ്റ്റൽ സ്പിരിച്വാലിറ്റിക്ക് വേണ്ടി ഒരാളെ പോലും ജീവൻ കൊടുത്തിട്ട് അറിയാം. സിംഗിൾ പേഴ്സൺ. നിങ്ങൾ പാടുന്ന ഈ പെന്തക്കോസ്റ്റൽ പാട്ട് എഴുതിയ ആള് വെറും ദരിദ്രനായിരുന്നു. പാട്ട് എഴുതി 4 കൊല്ലം കഴിഞ്ഞപ്പോൾ 100 സ്ഥലത്ത് വീട് വെച്ചു. മനസ്സിലായി. ഞാൻ പാടുന്ന പാട്ട് സുഖൂവിലെ ഞാൻ പോകും ഒക്കെ എഴുതിയ പാട്ടുകൾ പാടുന്നു. എത്രയോ നൂറ്റാണ്ടുകളിൽ എത്രയോ ലക്ഷം ആളുകളുടെ അധരങ്ങളിൽ നിന്ന് ഉയർന്ന പാട്ടുകളാണെന്നറിയും. നമ്മൾ അവരോട് ചേർന്നാണ് പാടുന്നത്. ആ നിലയിൽ നിൽക്കുകയാണ്, അവരോട് ചേർന്ന് പാടുകയാണ്. അതാണ് ട്രൂ സ്പിരിച്വാലിറ്റി എന്ന് പറയുന്നത്. അല്ലാതെ ഈ അടുത്ത കാലത്ത് പണം ഉണ്ടാക്കാൻ വേണ്ടി ഒരുത്തും ചമച്ചിട്ടുള്ള പാട്ട് നമ്മളിരുന്ന് പാടുമ്പോൾ നമ്മുടെ പാട്ട് എവിടെ എക്കോ ചെയ്യും? അവന്റെ അവിടം വരെ എക്കോ ചെയ്യും. പക്ഷെ നിങ്ങളുടെ സഭയുടെ ഒരു ഗീതം പാടുമ്പോൾ അത് നൂറ്റാണ്ടുകളിലൂടെ പ്രതിധ്വനിച്ച് അങ്ങനെ പോകുകയാണ്. സത്യവിശ്വാസത്തിന്റെ ഒരു വലിയ ശ്രേണിയിലേക്ക് നിങ്ങളെ തന്നെ അണിചേർക്കുന്നതാണ് സഭയുടെ ലിറ്റർജിയെ ആഘോഷിക്കുമ്പോൾ, സഭയുടെ ഗീതങ്ങൾ പാടുമ്പോൾ, സഭയുടെ വിശ്വാസത്തെ ഹോൾഡ് ചെയ്യുമ്പോൾ, സഭയുടെ വിശ്വാസത്തെ ഏറ്റുപറയുമ്പോൾ അവിടെ മാത്രമാണ് ഒരു സ്പിരിച്വാലിറ്റി ഒക്കെ കാണാൻ പറ്റുന്നത്. ആ വിശ്വാസത്തിന്റെ അടിസ്ഥാനം, ആ വിശ്വാസത്തെ നമ്മൾ സമ്മതൈസ് ചെയ്ത് ഒരു വൺലൈനറായിട്ട് പറഞ്ഞാൽ അത് ആണ് മറിയം സംശയം കൂടാതെ ദൈവമാതാവ്. നമുക്കത് പറയണം, മറിയം സംശയം കൂടാതെ ദൈവമാണ്. നമ്മുടെ സഭയുടെ വിശ്വാസം ടോട്ടലി അതാണ്, മറിയത്തിൽ കേന്ദ്രീകരിച്ചിരിക്കുന്നു. മറിയം സംശയം കൂടാതെ ദൈവമാതാവാണെന്ന് എല്ലായ്പ്പോഴും പ്രസംഗിച്ച നമ്മുടെ പാത്രം
അപ്പൊ നമ്മുടെ ഏറ്റുപറച്ചിലായിരിക്കണം. അപ്പൊ നമുക്ക് എതിരായിട്ട് ഇതരമായിട്ട് വരുന്ന ഒരുപാട് പ്രദേശങ്ങൾ നമ്മൾ പല സഭകളിൽ പല വിഭാഗങ്ങളെ കാണാൻ പറ്റും. അപ്പൊ ആ അസ്വസ്ഥതകൾ അവരെ സംബന്ധിച്ച് പല വേർഷൻസ് ആണ്. വളരെ രസകരമായ അഭിപ്രായങ്ങൾ അവർ യേശുവിനെ പറ്റിയുണ്ട്. പക്ഷെ കൃത്യമായിട്ട് യേശു ആരാണ്, പരിശുദ്ധ അമ്മ ആരാണ്, അത് തമ്മിലുള്ള ബന്ധം എന്താണ്, ഇത് ഏക വ്യക്തി ഏക സ്വഭാവത്തിൽ ഉള്ള ആ ശിശുവിനെ പരിശുദ്ധ അമ്മ പ്രസവിച്ചു എന്ന് പറയുമ്പോൾ എന്താണ് അതിന്റെ പ്രയോജനം, എന്താണ് അതിന്റെ പ്രത്യേകത, എന്താണ് അതിന്റെ മാഹാത്മ്യം, എന്താണ് അതിന്റെ മാഹാത്മ്യം? ആർക്കേലും പറയോ? കന്യകാമറിയം ദൈവത്തെ പ്രസവിച്ചു എന്ന് പറയുമ്പോൾ ദൈവവും മനുഷ്യനും ആരായി മാറി? ബന്ധുക്കാരായി മാറി. ആരായി മാറി? We are no longer aliens. നമ്മൾ ഇനി മുതൽ അന്യരല്ല. ദൈവവും നമ്മളുമായിട്ട് എന്തെയാണ്? ദൈവത്തെ നരനോട് സംയോജിപ്പിച്ചു. ശിവാ നമസ്കാരം വ്യാഴാഴ്ച സന്ധ്യക്ക് കാണുന്നതാണ്. ദൈവത്തെ നരനോട് സംയോജിപ്പിച്ചു. ദൈവത്തെ നരനോട് സംയോജിപ്പിച്ചു. എവിടെയാണ്? മറിയാമിൽ. അപ്പൊ നമ്മൾ ആരായി? മനുഷ്യവർഗം ആരായി മാറി? ദൈവത്തിന്റെ ബന്ധുക്കാരല്ല. പേടിക്കണോ? ഇനി ഞങ്ങൾ ബന്ധുക്കാരാന്ന് പറയത്തില്ലേ? അപ്പൊ ഇത്ര വലിയൊരു ബന്ധം ദൈവവുമായിട്ട് ഉണ്ടായിരിക്കുന്നത് മറിയത്തിലൂടെയാണ്. ഇതിനെ വിസ്മരിപ്പിച്ചിട്ടാണ് ദൈവം ദൂരസ്ഥനും അദൃശ്യനും നമ്മുടെ എതിരാളിയുമാണ് എന്ന് പറഞ്ഞ് ഇവര് നമ്മളെ അനാഥരാക്കുന്ന രീതിയിലുള്ള ഉപദേശങ്ങൾ കൊണ്ടുവരുന്നോ. പറയുന്നറിയോ? യു ആർ ദ ഹൗസ് ഹോൾഡ് ഓഫ് ഗോഡ് എന്നാണ്. നിങ്ങൾ ദൈവത്തിന്റെ ഭവനക്കാരാണ്. നമ്മൾ ആരാണ്? അതുകൊണ്ടാണ് വിശുദ്ധ മാമോദിസ കൊടുക്കുന്ന സമയത്ത് ശിശുവിനെ ശിശുവിനെ മുതിർന്നവർക്ക് ആരും കൊടുത്താലും ഈ അടുത്ത കാലത്തായിട്ട് ഒരുപാട് ആളുകൾ സഭയിലേക്ക് വരുന്നുണ്ട്. മുതിർന്ന ആളുകൾ ഇങ്ങനത്തെ അച്ഛനെ വിളിച്ച് മുതിർന്ന ആളുകൾ മാമോദിസം കൊടുക്കുന്നുണ്ട്. ആ പാടത്ത് പ്രവേശനം പോകണം. ഇതുവരെ ഒന്നുകൊണ്ട് പേടിക്കണ്ട. ഞങ്ങൾ ആകാടിലാണ് ഇങ്ങനെ പോകുന്നത്. ആരൊക്കെ മാമോദിസ കൊടുത്താലും മാമോദിസ കൊടുക്കുമ്പോ ഞാൻ നിന്റെ മശിഹായുടെ സഹോദരനായിട്ട് മാമോദിസ. ഈ മാമോദിസ സ്വീകരിക്കുന്ന ആൾ ആരായി മാറുക? മശിഹായുടെ. പിന്നെ യേശോപ്പാൻ പ്രാർത്ഥിക്കുന്നുണ്ട്. യേശോപ്പാൻ പ്രാർത്ഥിച്ചിട്ടുണ്ട്. അത് വലിയ ദോഷമാണെന്ന്. നമ്മുടെ മൂത്ത ചേട്ടനെ അപ്പ എന്ന് വിളിക്കുമ്പോൾ അതിന്റെ ദൂരവ്യാപകമായ പ്രത്യാഘാതത്തെ പറ്റി ചിന്തിക്കണം. എന്ത് മോശമെന്നറിയോ? അയ്യോ അങ്ങനെ വിളിക്കരുത്. മൂത്ത സഹോദരനെ അവരെ പുറത്താകാതിരുന്നത് വളരെ തെറ്റാണത്. യേശു അപ്പാന്ന് വിളിക്കുന്നത് തെറ്റാണ്. യേശു അപ്പനല്ല. നിന്നെ മാമോദിസം നോക്കിയിരിക്കുന്നത് യേശുവിന്റെ സഹോദരനായിട്ടാണ്. യേശുവിന്റെ സഹോദരന്മാരാണ്. അനേകം സഹോദരന്മാരിൽ ആദിജാതനാകേണ്ടതിന് അവൻ എന്തിരിക്കുന്നു? അവൻ മുൻനിയമിക്കപ്പെട്ടവനാണ്. യേശുവിന്റെയും നമ്മുടെയും പിതാവ് ആരാണ്? അതാണ് ഖുർആനിൽ പറയുന്നത്, വിശുദ്ധീകരിക്കുന്നവരും വിശുദ്ധീകരിക്കപ്പെടുന്നവർക്കും ഒരുവനത്രേ പിതാവ്, അതുകൊണ്ട് അവൻ അവരെ സഹോദരന്മാരെന്ന് വിളിക്കാൻ ലജ്ജിക്കുന്നില്ല. യേശുവിന് നമുക്കും ഒരേ പിതാവാണുള്ളത്. അതുകൊണ്ട് നമ്മളെ സഹോദര എന്ന് വിളിക്കാൻ യേശു ലജ്ജിക്കുന്നില്ല. നമുക്ക് അപ്പാ യേശു അപ്പാ എന്നെല്ലാം വിളിച്ച് ആരാണ്ട് ബോധമില്ലാത്തത് കടന്ന് കാണുന്ന കാണിച്ച ഈ സുറിയാനിക്കാരുടെ വായിൽ ഞാൻ കേൾക്കുന്നുണ്ട്. ഒരു നാണമില്ലാതെ ഞാൻ കേട്ടു. പള്ളിയിൽ കേട്ടു. വിളിക്കാതെ യേശു അപ്പാ ഉച്ചത്തിൽ വിളിക്കൂ. യേശുവിന്റെ അപ്പനായത് എത്രമാത്രം അനുഭവിച്ചു. യേശു ആരാണെന്നുള്ള പഠനത്തിൽ പുരോഗമനത്തിലേക്ക് വരുമ്പോൾ യേശു അപ്പാന്നാ വിളിക്കുന്നത്. ഒരു കുഴപ്പമില്ല. ആണ് മറിയം സംശയം കൂടാതെ അപ്പാ പിതാവെ ആരെ വിളിക്കാൻ? യേശുവിന്റെ
അമ്മാപിതാവെന്ന് വിളിക്കാനുള്ള ആത്മാവിനെ നമുക്ക് തന്നത് അത് യേശുവിനെ അമ്മാപിതാവെന്ന് വിളിക്കാനല്ല. സ്വർഗസ്ഥനായ പിതാവിനെ യേശു ആരെ പിതാവ് എന്ന് വിളിച്ചോ ആ പിതാവിനെയാണ് അമ്മാപിതാവ് എന്ന് വിളിക്കേണ്ടത്. യേശുവിനെ അമ്മാപിതാവ് എന്ന് വിളിക്കാനുള്ള ആത്മാവിനെ അങ്ങനെ ആത്മാവിനെ കിട്ടി സൂക്ഷിക്കണം. അത് വേറെ നല്ല ആത്മാവായിരിക്കും. കാരണം കുഴപ്പമാണ്. അതാണ് ശരിക്കും പലർക്കും ആത്മാവ് കയറുന്നുണ്ട്. ആത്മാവ് കയറി കഴിഞ്ഞ് യേശു അപ്പാന്ന് വിളിക്കുന്നു. അപ്പൊ ഇത്ര മിനിമം അടിസ്ഥാനപരമായ ഫണ്ടമെന്റൽ ബോധ്യങ്ങളിൽ പോലും വിള്ളലുണ്ടാകുന്നു, അതുപോലും തകണം പറയുന്നത് എത്ര വലിയ അപകടകരമായ സ്ഥിതിയിലാണ് നമ്മൾ നിൽക്കുന്നത്. അപ്പൊ ഈ ഒരു കാലഘട്ടത്തിൽ സത്യവിശ്വാസത്തെ നമ്മുടെ പിതാക്കന്മാർ ഉറപ്പിച്ചു നിർത്തിയത് പരിശുദ്ധ കന്യകാമറിയത്ത് ഒരു കപ്പലിന്റെ നങ്കൂരം എന്ന പോലെ സഭയുടെ നങ്കൂരമായി പരിശുദ്ധ മറിയം ദൈവമാതാവാണെന്നുള്ള ആ സത്യമായ വിശ്വാസത്തിലും ബോധ്യത്തിലും മുന്നോട്ട് പോകുക. അവിടെയാണ് നമ്മുടെ സത്യവിശ്വാസത്തിന്റെ ആ സഭയുടെ നൗക ഈ ലോകസമുദ്രത്തിൽ ദുരുപദേശങ്ങളുടെയും ഇടത്തൂക്കുകളുടെയും തിരമാലകളുടെയും കാറ്റുകളുടെയും നടുവിലൂടെ സുരക്ഷിതമായി യാന ചെയ്യുവാനും സുരക്ഷിതമായി നങ്കൂരപ്പെടുവാനും ഒക്കെ നമ്മെ സഹായിക്കുന്നത് ഈ സത്യവിശ്വാസമാണ്. എന്താണ് സത്യവിശ്വാസം? എല്ലാവരും പറഞ്ഞ എന്താ സത്യവിശ്വാസം? അറിയാം അല്ലേ? അറിയും സംശയം കൂടാതെ. അതുകൊണ്ടാണ് ഈ രചിച്ച അനിത്തോ, അതുകൊണ്ടാണ് വിശുദ്ധ കുർബാനയുടെ പ്രധാന ഭാഗം ആരംഭത്തിൽ നിന്മാതാവ് വിശുദ്ധന്മാർ എന്നിവർ തന്നെ സ്വർഗപിതാവിന്റെ ഏകസുത വചനമനാലിന്റെ. അപ്പൊ നിന്മാതാവും വിശുദ്ധന്മാരും എല്ലാം ചേർന്ന് നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. അപ്പൊ ഇത് എത്ര ബ്യൂട്ടിഫുൾ ആയിട്ടാണ് നമ്മൾ അവതരിപ്പിച്ചിരിക്കുന്നത്, നമുക്ക് ഈ സത്യവിശ്വാസത്തിന്റെ പകർന്നു കിട്ടിയിരിക്കുന്നത്. ഞാൻ ഒരു ഭാഗം കൂടെ വായിക്കാം. ഈ എബ്രായ ലേഖനം 12-ാം അധ്യായത്തില് 18-ാമത്തെ വാക്യത്തിൽ പഴയ നിയമ ഭക്തന്മാർ സീനായി മലയുടെ താഴെ നിന്നപ്പോ തീ കത്തിയ കാര്യം പറയുന്നുണ്ട്. അവിടെ പറയുന്നുണ്ട് സ്ഥൂലമായതും തീ കത്തുന്നതുമായ പർവ്വതത്തിനും മേഘതമ സൂര്യനിട്ട് കൊടുങ്കാറ്റ് കാരണം അത് വാക്കുകളുടെ ശബ്ദം എന്നിവയ്ക്കും അടുക്കൽ അല്ലല്ലോ നിങ്ങൾ വന്നിരിക്കുന്നത്. ആ ശബ്ദം കേട്ടോണെങ്കിൽ ഒരു മനുഷ്യൻ ഞങ്ങളോട് പറയരുതേ എന്ന് അപേക്ഷിച്ചു. ഞാൻ അത്യന്തം പേടിച്ചു വിറയ്ക്കുന്നെന്ന് മോശയും പറയുന്ന വിധത്തിൽ അത്ര വലിയ കാഴ്ച. പുതിയ നിയമത്തിലെ ആരാധന എങ്ങനെയാണ് പുതിയ നിയമ വിശ്വാസി ആരാധിക്കുന്നത്? പുതിയ നിയമ വിശ്വാസി ആരാധിക്കുന്ന നിങ്ങൾ അറിയാമോ? എബ്രായ ലേഖനം 12-ാം അധ്യായം 22-ാമത്തെ വാക്യം. അപ്പൊ നിങ്ങളോട് തർക്കിക്കുവാനും നിങ്ങളെ സ്വാധീനിക്കുവാനും നിങ്ങളെ വഴിതെറ്റിക്കുവാനും വേണ്ടി വരുന്ന പെന്റക്കോസ്റ്റൽസിനെയും ഇവാഞ്ചലിക്കൽസിനെയും അതുപോലെ യാക്കോബായ സഭയിലെ ഈ ആട്ടിൻതോലിട്ട് നടക്കുന്ന ചെന്നായ്ക്കളുടെയും ഉപദേശങ്ങൾ, അവരുടെ ആഹ്വാനങ്ങൾ, അവരുടെ ക്ഷണങ്ങൾ, ആ ക്ഷണങ്ങളോട് നിങ്ങൾ പ്രതികരിക്കേണ്ടത് ഇങ്ങനെയാണ്. ഒരു സത്യവിശ്വാസി പുതിയ നിയമസഭയിൽ ആരാധനയ്ക്ക് വരുമ്പോൾ എന്താണ് എബ്രായർ ലേഖനം 12-22 പറയുന്നു? പിന്നെയോ ശീവൻ പർവ്വതത്തിനും ജീവനുള്ള ദൈവത്തിന്റെ നഗരമായ സ്വർഗീയ യെരൂശലേമിലും അനേകായിരം ദൂതന്മാരുടെ സർവ്വസംഘത്തിനും സ്വർഗത്തിൽ പേരെടുത്തിരിക്കുന്ന ആദിജാതന്മാരുടെ സഭയ്ക്കും എല്ലാവരുടെയും ദൈവമായ ന്യായാധിപതിക്കും സിദ്ധന്മാരായ നീതിമാന്മാരുടെ ആത്മാക്കൾക്കും പുതിയ നിയമത്തിന്റെ മധ്യസ്ഥനായ യേശുവിനും ഹാവേലിന്റെ രക്തത്തെക്കാൾ ഗുണപരമായി സംസാരിക്കുന്ന ഇന്ത്യാക രക്തത്തിലും അടുക്കളത്രേ നിങ്ങൾ വന്നിരിക്കും. അപ്പോ പുതിയ നിയമത്തിന്റെ വർഷിപ്പിന് വേണ്ടി അടുത്തു വരുമ്പോ അവിടെ ആരൊക്കെ ഉണ്ട്? ആരൊക്കെ ഉണ്ട്? അയ്യോ, ബൈബിളിൽ നോക്കിപ്പോ അക്ഷര ബൈബിളിൽ അവിടെ പറയുന്നത് എന്താണ്? ആ സീവൻ പർവ്വതം അവിടെയുണ്ട്. ഏതാണ്? സ്വർഗീയ സിംഹം. ജീവനുള്ള ദൈവത്തിന്റെ നഗരമായ സ്വർഗീയ യെരൂശലേം, അനേകായിരം ദൂതന്മാരുടെ സർവസംഘം, പിന്നെ സ്വർഗത്തിൽ പേരെഴുതിയിരിക്കുന്ന അസംബ്ലി ഓഫ് ദ ഫസ്റ്റ് ബോൺ, എല്ലാവരുടെയും ദൈവമായ ന്യായാധിപതി, സിദ്ധന്മാരായ നീതിമാന്മാരുടെ ആത്മാക്കൾ, പുതുജീവത്തിന്റെ മധ്യസ്ഥനായ യേശുവിന്റെ ഹാവേലിന്റെ രക്തത്തെക്കാൾ സംസാരിക്കുന്ന അടുക്കലത്തിൽ നിങ്ങൾ വന്നിരിക്കുന്നത്. അപ്പോ അങ്ങനെയുള്ള ഒരു വലിയ സംവിധാനത്തിന്റെ മുമ്പിലാണ് നമ്മൾ ആരാധിക്കേണ്ടത്. അതിന് പകരം നമ്മൾ നിന്നിട്ട് ഇതിൽ പാടും യേശു മാത്രം മതി, യേശു മാത്രം മതി, യേശു മാത്രം മതി. ഞങ്ങൾ 6 പേര് നിങ്ങളുടെ വീട്ടിലോട്ട് വരുമ്പോൾ നിങ്ങൾ എനിക്ക് മാത്രം വരുന്ന അറിയാൻ പറ്റത്തില്ല. ഞാൻ കുത്തിക്കളഞ്ഞു.
ഇവരെല്ലാം കൂടെ വന്ന് നിൽക്കുമ്പോ അതുകൊണ്ട് ഇവരെല്ലാം അഡ്രസ് ചെയ്യുന്ന ആരാധന നമ്മുടെ ആരാധനയുണ്ട്. ഈ പറഞ്ഞ എല്ലാം അഡ്രസ് ചെയ്യാൻ എന്തൊരു വലിയ സംഭവം നടക്കുന്നുണ്ട്. ആ സംഭവമാണ് ക്രൈസ്തവ ആരാധന. അല്ലാതെ രണ്ടോ മൂന്നോ പേരും കൂടെ ഭയങ്കര അടുത്ത് നീ വരുമെന്ന് പറഞ്ഞുകൊണ്ടല്ലോ നീ എത്തിക്കഴിഞ്ഞല്ലോ സോഫ്രം യേശുവില്ല. വരുന്നത് വരവിങ്ങനെയാണ് എഴുതി വെച്ചിരിക്കുന്നുണ്ടോ? ഇവരെല്ലാം കൂടെ ചേർന്ന് അവിടെ എന്തുണ്ട്? സിദ്ധന്മാരായ നീതിമാന്മാരുടെ ആത്മാക്കൾ എന്ന് പറഞ്ഞാൽ വാങ്ങിപ്പോയവരുടെ ആത്മാക്കളില്ലാത്തത് ആരാധനയല്ല. വാങ്ങിപ്പോയവരുടെ ആത്മാക്കളുടെ സാന്നിധ്യം ഉള്ളതേ ആരാധനയുള്ളൂ. വിശുദ്ധ ആരാധന, ക്രൈസ്തവ ആരാധന വാങ്ങിപ്പോയ ആത്മാക്കളുടെ അടുക്കൽ വന്ന് ആരാധിക്കുന്നതാണ്, അവരുടെ ചേർന്ന് നിന്ന് ആരാധിക്കുന്നതാണ് എന്ന അർത്ഥശങ്കക്കിടയില്ലാതെ വ്യക്തമായ ഇബ്രായ ലേഖനം 12-ാം അധ്യായം 22 മുതലുള്ള വാക്യങ്ങളിൽ രേഖപ്പെടുത്തിയിരിക്കുന്നു. സിദ്ധന്മാരായ നീതിമാന്മാരുടെ ആത്മാക്കൾ സന്നിഹിതരല്ലാത്ത ആരാധന സത്യാരാധനയല്ല. ഒരു സത്യവിശ്വാസിയുടെ പുതിയ നിയമത്തിന്റെ ആരാധനയിൽ ആരുടെ സാന്നിധ്യമുണ്ട്? വാങ്ങിപ്പോയ വിശുദ്ധന്മാരുടെ ആത്മാക്കളുടെ സാന്നിധ്യമുണ്ട്. അതിന്റെ രാജ്ഞിയായി പരിശുദ്ധ കന്യകാമറിയമുണ്ട്. അതുകൊണ്ടാണ് നമ്മൾ പറയുന്നത് ഇടമുറിയാതെ ഇപ്പൊ മനസ്സിലായ തേങ്ങ വെച്ചിട്ട് അരക്കിട്ട് അടിക്കുന്നതും തേങ്ങാപ്പാലിനെ പിഴിഞ്ഞ പായസം കുടിക്കുന്നതാണ് വ്യത്യാസം. പ്രായം പന്ത്രണ്ട് പറയാണ് ആര് വന്നിട്ടുണ്ട്? സിദ്ധന്മാരായ നീതിമാന്മാരുടെ ആത്മാക്കളുണ്ട്. ഇതിന്റെ എല്ലാം തലസ്ഥാനത്തിരിക്കുന്ന പരിശുദ്ധ കന്യകാമറിയമുണ്ട്. അതുകൊണ്ട് നമ്മളെങ്ങനെ നടക്കുന്നത്? പ്രഥമോട് നിന്നെ പ്രസവിച്ച നാഗമനം പ്രവചിച്ച ഇപ്പോ ഞാനൊരു ഉദാഹരണം കേരളത്തിലെ പെന്തക്കോസ്റ്റ് കൺവെൻഷനുകളിൽ ഏറ്റവും പ്രോമിനന്റ് ആയിട്ടുള്ള ഒരു കൺവെൻഷനാണ് കുമ്പനാട് നടക്കുന്ന ഇന്ത്യ പെന്തക്കോസ്റ്റൽ ദൈവസഭയുടെ കൺവെൻഷൻ. നമുക്കെല്ലാം കുമ്പനാട് കൺവെൻഷൻ എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും അതുപോലെ പരസ്യമൊക്കെ കൊടുക്കുന്നു. നിങ്ങൾ അന്ന് സപ്പോസ് ഈ കുമ്പനാട് കൺവെൻഷൻ നടക്കുന്ന ആ സമയത്ത് അതിന്റെ ഒരു 6-ാം ദിവസത്തെ വലിയ മീറ്റിംഗ് നടത്തുമ്പോൾ ഈ IPC സ്ഥാപനം തന്നെ KEF അതിന്റെ മാസ്റ്ററാണ്. ഒരു 6-ാം ദിവസം വൈകുന്നേരത്തെ ഇതൊക്കെ സമ്മേളനം നടക്കുമ്പോൾ പെട്ടെന്ന് ഈ വെള്ള ചുവായും വെള്ളം കൊടുത്ത് KEF വന്ന് പ്രത്യക്ഷപ്പെടുമെന്ന് സ്റ്റേജിൽ എന്ത് സംഭവിക്കുമെന്ന് അറിയാമോ? 10 സെക്കൻഡിന് ഗ്രൗണ്ടിൽ കാര്യമോ എല്ലാം പോകും. അത് നിങ്ങൾക്ക് ഏത് പെന്തക്കോസ്തുകാരനോട് നിങ്ങൾ ചോദിക്കാം. അതേസമയം മണാട് പള്ളിയിൽ നോമ്പ് നടന്നുകൊണ്ടിരിക്കുമ്പോ മാതാവ് പ്രത്യക്ഷപ്പെട്ട എന്ത് ചെയ്യും? ആരെങ്കിലും ആള് കൂടുതലുണ്ട്. നമുക്കൊരു ബോധ്യമുണ്ട്. കാരണം ഈ വാങ്ങിപ്പോയവരുടെ ആത്മാക്കൾ വളരെ സജീവമാണ് അവർ നമ്മളോട്. പക്ഷെ പലപ്പോഴും നമ്മൾ എന്ത് ചെയ്യുന്നു? അതിനെ വിസ്മരിക്കുന്നു. നമ്മൾ എന്തുവാണെങ്കിലും യേശു മാത്രം ഇവരെല്ലാം വേണം. ഇവരോടെല്ലാം ചേർന്നാണ് നമ്മൾ സ്തുതിക്കുന്നത്. നമ്മുടെ വിശ്വാസത്തെ ഉറപ്പിച്ചിരിക്കുന്ന ത്യാഗിലേക്ക് എന്താണ്? മറിയം സംശയം കൂടാതെ ദൈവം നമ്മെ എല്ലാവരെയും ധാരാളമായിരിക്കും. ദൈവത്തിനാമത്തിന് അബദ്ധമുണ്ടാകട്ടെ. ആദരണീയരായ വൈദിക ശ്രേഷ്ഠരെ, ഇന്ന് അനുഗ്രഹീതമായ ക്ലാസ് നയിച്ച പ്രിയപ്പെട്ട ശ്രീ ഇന്ന് ഈ
ക്ലാസ് അറ്റൻഡ് ചെയ്യാനായിട്ട് എത്തിച്ചേർന്ന പ്രിയപ്പെട്ടവർ, പ്രത്യേകിച്ചും ഗാഡി റേഞ്ചിലേക്കും സെക്രട്ടറി സാർ ഉൾപ്പെടെയുള്ള അത്തായി സാർ ഉൾപ്പെടെയുള്ള പ്രിയപ്പെട്ടവർ, ഇന്നത്തെ ഈ ക്ലാസ് എനിക്ക് മുഴുവനായിട്ടും അറ്റൻഡ് ചെയ്യാനായിട്ട് സാധിച്ചില്ല. പള്ളിയിൽ പോകാൻ കഴിഞ്ഞ് വന്നപ്പോൾ ഒത്തിരി വൈകി. എന്നാൽ ഞാൻ കേട്ടതായ ആ കുറച്ച് സമയത്തിന് എനിക്ക് ഒത്തിരി ആവശ്യങ്ങളുണ്ടെങ്കിൽ കൂടെ ഞാൻ എഴുന്നേറ്റ് പോകാതെ മാക്സിമം ഇവിടെ തന്നെ ഇരിക്കാനായിട്ട് ശ്രമിച്ചു. കാരണം കേട്ടത് അത്രയും അട്രാക്റ്റീവ് ആയിരുന്നു. നിങ്ങൾക്ക് ബലിതഭിപ്രായം ഉണ്ടാവുന്ന എനിക്ക് തോന്നുന്നില്ല. വളരെ മനോഹരമായിട്ട് പരിശുദ്ധ സഭയുടെ വിശ്വാസം എന്താണോ അതിൽ ആഴപ്പെട്ടുകൊണ്ട് വിശുദ്ധ ദൈവമാതാവിനെ കുറിച്ചും വിശുദ്ധ ശുദ്ധന്മാരും ശുദ്ധതകളെ കുറിച്ചും ഒക്കെ പറഞ്ഞ് കർത്താവ് നമുക്ക് ആരാണ്, നമ്മുടെ പ്രാർത്ഥനകളിലൊക്കെ ആരെയൊക്കെ ഉൾപ്പെടുത്തണമെന്നൊക്കെ വിശദമായിട്ട് എല്ലാവർക്കും മനസ്സിലാകുന്ന രീതിയിൽ വളരെ ലളിതമായ വാക്കുകളിലാണ് അദ്ദേഹം സംസാരിച്ചത്. ഈ കേട്ടതായ ഈ വചനങ്ങളൊക്കെയും ദൈവത്തിന്റെ വലിയ കൃപ കൊണ്ടാണ് നമുക്ക് ലഭിച്ചിട്ടുള്ളത് എന്ന് തന്നെ വിശ്വസിക്കുക. ഈ സ്ഥാപനത്തിൽ ഇങ്ങനെ ഒരു പ്രോഗ്രാം ക്രമീകരിക്കുവാനായിട്ട് ഈ സ്ഥാപനത്തിന്റെ സ്ഥാപകനായി എന്ന അതുപോലെ ഡോക്ടർ എബ്രഹാം തിരുമനസ്സുകൊണ്ടും അതോടൊപ്പം തന്നെ തിരുമനസ്സുകൊണ്ടും കൽപ്പിച്ച് അറിയിച്ചപ്പോൾ അതിനനുസരിച്ച് ഉള്ളതായ ക്രമീകരണങ്ങളാണ് ഇവിടെ ചെയ്തത്. ഇത്രയും ആളുകൾ വന്നതിൽ ദൈവത്തെ മഹത്വപ്പെടുത്തുന്നു. ഇന്ന് ഈ അനുഗ്രഹീതമായ ക്ലാസ് നമുക്കായിട്ട് നൽകിയാണ് പ്രിയപ്പെട്ട ഷിബു വിളിയൽ അവർകളോട് നമ്മുടെ ഈ സ്ഥാപനത്തിനും നമ്മുടെ എല്ലാ പ്രസ്ഥാനങ്ങൾക്കും ഉള്ളതായ അമ്മയും സ്നേഹവും ഒക്കെ ഒറ്റവാക്കി അറിയിക്കുകയാണ്. ഇനിയും ഞങ്ങളുടെ ഈ സ്ഥാപനത്തോട് ചേർന്ന് സാധിക്കുന്നതോളം ഒക്കെ ക്ലാസ്സുകൾ നാട്ടിലുള്ളത് വിദേശത്തായിരിക്കും. നാട്ടിലുള്ളപ്പോൾ സ്ഥാപനത്തോട് ചേർന്ന് നിൽക്കണം എന്ന് വളരെ സ്നേഹത്തോടെ കൊടുക്കുകയും ചെയ്യുന്നു. അതുപോലെ തന്നെ വന്നു ചേർന്നിട്ടുള്ള വൈദികരെ ബഹുമാനപ്പെട്ട നമ്മുടെ സ്ഥാപനത്തിന് തന്നെ ഭാഗമാണ്. ബഹുമാനപ്പെട്ട ഓച്ചനച്ഛൻ ഇവിടെ താമസിക്കുന്ന ആളാണ്. അതുപോലെ തന്നെ ഇത്രയും ബഹുമാനപ്പെട്ട ശ്രീ പി അച്ഛൻ വളരെ സീനിയർ ആയിട്ടുള്ള വൈദികനാണ്. ഞങ്ങൾ ഒന്നിച്ച് വടക്കുമുറ പള്ളിയിൽ അച്ഛൻ വികാരിയായിട്ട് സഹവികാരിയായിട്ട് ശുശ്രൂഷിച്ചിട്ടുള്ളതാണ്. വളരെ ആത്മാർത്ഥമായിട്ട് ഇതിൽ ചേർന്ന് നിൽക്കുന്ന എല്ലാ വൈദികരോടുള്ളതായ നന്ദിയും സ്നേഹവും ഈ സമയത്ത് അറിയിക്കുന്നു. അതുപോലെ തന്നെ വന്നു ചേർന്നിട്ടുള്ള എല്ലാ പ്രിയപ്പെട്ടവരോടും ഒറ്റവാക്യം നന്ദി അറിയിക്കുകയാണ്. അതുപോലെ തന്നെ നമ്മുടെ ഈ സ്ഥാപനത്തിന്റെ എല്ലാ അംഗങ്ങളോടും പ്രത്യേകിച്ച് വർഗീസാറ്, സാറ് തുടങ്ങിയ എല്ലാ ആളുകളോടും പ്രത്യേകമായിട്ട് നന്ദി അറിയിക്കുകയാണ്. ഈ സ്ഥാപനത്തെ കുറിച്ച് ഒരു വാക്ക് പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കാം. ഈ സ്ഥാപനം സിനിമയുടെ സ്ഥാപനങ്ങളിൽ ഒത്തിരി സ്ഥാപനങ്ങളുണ്ട്, നിങ്ങൾക്കറിയാം. അതിൽ ഏറ്റവും ഒടുവിലായിട്ട് ആരംഭിച്ചിട്ടുള്ള ഒരു സ്ഥാപനമാണ് ഹെർമിറ്റ്സ്. ഇതിന്റെ സ്ഥാപന ഉദ്ദേശം തന്നെ ഇവിടെ പ്രാർത്ഥിക്കുക, ധ്യാനിക്കുക എന്നുള്ളത് മാത്രമാണ്. നമ്മളിപ്പോ മറ്റുള്ള ധ്യാന കേന്ദ്രങ്ങൾ പോലെ കോലാഹലങ്ങളോ ബഹളങ്ങളോ ഒന്നുമില്ല. ഇവിടെ ഈ ചാപ്പലും ഈ പരിസരവും ഉപയോഗിച്ച് സഭയുടെ വിശ്വാസവും ആചാരങ്ങളും അനുസരിച്ചുള്ള പ്രാർത്ഥനകൾ ചൊല്ലുക, സ്വയമായിട്ട് ധ്യാനിക്കുക, പ്രാർത്ഥന ചെയ്യുക. ഞാനിവിടെ പ്രാർത്ഥനകൾ വരുന്നുണ്ട്. അതിനോടുകൂടി ചേർന്ന് നിൽക്കേണ്ടവർക്ക് എങ്ങനെ ചേരാം. അല്ലാതെ സ്വയമായിട്ട് പ്രാർത്ഥിക്കേണ്ടവർക്ക് സ്വയമായിട്ട് ശാന്തമായി പ്രാർത്ഥിക്കാം. രാത്രി തങ്ങണമെങ്കിൽ അല്ലെങ്കിൽ പകൽ വിശ്വസിക്കണമെങ്കിൽ 4 ചെറിയ ഹട്ടുകൾ ഇവിടെ പണി കഴിപ്പിച്ചിട്ട് അവിടെയും ഇരുന്ന് പ്രാർത്ഥിക്കാം. ഇവിടെ പ്രധാനമായിട്ടും വരുന്നതൊക്കെ സുവിശേഷകർ അതുപോലെ തനിച്ചിരുന്ന് പ്രാർത്ഥിക്കാൻ ആഗ്രഹമുള്ള ആളുകൾ മാത്രമാണ്. മറ്റുള്ള ആളുകൾ വരുന്ന ജസ്റ്റ് വിസിറ്റ് ചെയ്യുക, കാണുക, പോവുക എന്നുള്ളതായ ഒരു രീതിയാണ്. അപ്പോൾ അവരുടെ ഒരു മനസ്സിന്റെ ഒരു കാഴ്ചപ്പാടാണ്
ഇവിടെ ആർക്കും വരാം. ഇവിടെ ജാതിയോ മതമോ ഒന്നുമില്ല. ആർക്കും എപ്പോൾ വേണമെങ്കിലും വരാം. ഇവിടെ ഇരിക്കാൻ, ധ്യാനിക്കാൻ, പ്രാർത്ഥിക്കാം. ഇവിടെ ഒരു 3 മാസമേ കൂടുമ്പോൾ ശബരിമലയില് തന്ത്രിയായിട്ടുള്ള ഒരാള് വൈകുന്നേര സമയങ്ങളിൽ വരും. കുറച്ച് സമയം ഇവിടേക്ക് ചെലവഴിച്ച് തിരിച്ചു വരും. അതുപോലെ തന്നെ മംഗലപ്പുഴ സെമിനാരിയിലെ അച്ഛന്മാരൊക്കെ ഇടയ്ക്ക് വരും. കുറച്ച് രീതിയിൽ പ്രാർത്ഥിക്കും, പോകും. അങ്ങനെ ഒത്തിരി ആളുകൾ ഇവിടെ വരുന്നുണ്ട്. അവരൊക്കെ ഈ സ്ഥാപനത്തെ, ഈ സ്ഥലത്തെ ഇഷ്ടപ്പെടുന്നു. പ്രത്യേകിച്ചും മലയാറ്റൂർമലയുടെ കിഴക്ക് ഭാഗമാണ് ശാന്തമായ ഇടമാണ്. നിങ്ങൾക്ക് ഇതിനോടൊക്കെ മനസ്സിലായി കാണും. ഇവിടേക്ക് കയറി വരുമ്പോൾ ഒരു ഭയപ്പാടോടെ മിക്കവാറും എല്ലാവരും കയറി വരും. പക്ഷേ ഇവിടെ എത്തിക്കഴിയുമ്പോൾ അവർക്ക് കിട്ടുന്ന സന്തോഷവും ആ ഒരു ഫീലും വളരെ ഡിഫറൻ്റാണ്. അങ്ങനെയാണ് ഇവിടെ വന്നിട്ടുള്ള എല്ലാവരും പറഞ്ഞിട്ടുള്ളത്. അങ്ങനെ ഈ സ്ഥാപനം ഇത് തിരുമേനിയുടെ ഒരു ദീർഘവീക്ഷണമാണ്. ഇത് തുടങ്ങിയപ്പോൾ ഞങ്ങളൊക്കെ ആലോചിച്ച് എന്തെങ്കിലും മേടിച്ചു. പക്ഷേ ഓരോ ദിവസവും പിന്നിടുമ്പോൾ ഇതിന്റെ പ്രസക്തി കൂടിക്കൂടി വരികയാണ് എന്ന് എനിക്ക് തന്നെ തോന്നാറുണ്ട്. ഞാനിത് ആരംഭം കുറിച്ച നാൾ മുതൽ ഇവിടെയുള്ള ഇതിന്റെ നിർമ്മാണ പ്രവർത്തനങ്ങളൊക്കെ കൂടെ തന്നെ ഉണ്ടായിരുന്ന ആളാണ്. പിന്നെ അന്നൊക്കെ ആലോചിക്കും, തിരുമേനിയൊക്കെ ഇവിടെ വന്നിട്ട് ഒന്ന് മൂത്രമൊഴിക്കണമെങ്കിൽ പോലും തിരിച്ച് ബംഗാളിൽ ചെല്ലേണ്ട ഒരു സാഹചര്യമായിരുന്നു. അതൊരു പഠിത മാത്രം വലിച്ചു കിട്ടിയ ഒരു സാഹചര്യത്തിൽ എന്നിട്ട് കൂടെ തിരുമേനി വന്ന് വൈകുന്നേരം വരുമ്പോൾ സ്പെൻഡ് ചെയ്തിട്ട് തിരിച്ചു. അങ്ങനെ തിരുമേനി ഒത്തിരി കഷ്ടപ്പെട്ടിട്ടാണ് ഇത് ഇത്തരത്തിൽ വളർത്തിയെടുത്തിട്ടുള്ളത്. തിരുമേനിയുടെ ദീർഘവീക്ഷണം ഉറപ്പാണ്. ഇതുവരെ ആരംഭിച്ച എല്ലാ പ്രസ്ഥാനങ്ങളും പോലെ അനാഥാലയം പണ്ട് തുടങ്ങിയപ്പോൾ എന്തിനാണ്, വൃദ്ധമന്ദിരം തുടങ്ങിയപ്പോൾ എന്തിനാണ് വൃദ്ധമന്ദിരം എന്നൊക്കെ ആളുകൾ ചോദിച്ചു. പക്ഷേ ഒട്ടും താമസിയാതെ തന്നെ എല്ലാ സ്ഥലങ്ങളും ഫില്ലായി എന്നുള്ളത്. അപ്പോൾ തിരുമേനി ചിന്തിക്കുന്നത് നമുക്ക് പക്ഷേ പെട്ടെന്ന് മനസ്സിലായില്ല, കുറച്ച് കഴിയുമ്പോൾ നമുക്ക് മനസ്സിലാകും. തീർച്ചയായും ഈ സ്ഥാപനവും അത്തരത്തിൽ മാറ്റപ്പെടും എന്ന് തന്നെയാണ് വിശ്വസിക്കുന്നത്. ഇത്രയൊക്കെയാണ് ഇവിടെ അച്ഛൻ സ്ഥിരമായി താമസിക്കുന്നത്. അച്ഛന്റെ പേര് യോഹന്നാൻ എന്ന ഏറ്റവും പുറകിലിരിക്കുന്നത്. അച്ഛൻ രോഗക്കാരനാണ്. രാവിലെ പകലും തനിച്ച് ചില ദിവസങ്ങളിൽ തിരുമേനി ഉണ്ടാകും. ആഴ്ചയിൽ 2-3 ദിവസം തിരുമേനി ഇവിടെ ഉണ്ടാകും. അല്ലാത്ത എല്ലാ ദിവസങ്ങളും അച്ഛൻ തനിച്ചാണ് രാത്രി ഇവിടെ ഉണ്ടാവുക. പകല് ഞാൻ രാവിലെ വന്നിട്ട് വൈകുന്നേരം പോകും. അങ്ങനെയുള്ളതായ ഈ ഒരു സ്ഥാപനത്തിൽ സാധിക്കുന്നുണ്ടോ നിങ്ങളൊക്കെ ഇടയ്ക്ക് വരികയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നത് ഒത്തിരിയേറെ സന്തോഷമാണ് എന്ന് വളരെ സ്നേഹത്തിൽ പാവപ്പെടുത്തിക്കൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ ചുരുക്കുകയാണ്.